നമുക്കറിയാം, ആദ്യ പിതാവ് ആദം പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പ് നടക്കുകയാണ്. അങ്ങനെ പുരുഷനെ ദൈവം സൃഷ്ടിക്കുകയാണ്. പുരുഷനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ആ പുരുഷന് ഒറ്റപ്പെടൽ അനുഭവിച്ചപ്പോൾ, ആ പുരുഷന് വിഷാദം അനുഭവപ്പെട്ടപ്പോൾ, ഒറ്റയ്ക്കാണല്ലോ എന്ന ദുഃഖം അനുഭവപ്പെട്ടപ്പോൾ അവിടെ സൃഷ്ടിക്കുകയാണ്. ആരെ സൃഷ്ടിച്ചത്? ഈ പറഞ്ഞോളിങ്ങളെ, ബിവി ഹവ്വയല്ലേ? ഹവ്വ റളിയല്ലാഹു അൻഹയെ അവിടെ സൃഷ്ടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാ സൃഷ്ടിച്ചത്? സന്തോഷം ഉണ്ടാവാന്. എന്തിനാ സൃഷ്ടിച്ചത്? ആനന്ദം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്തിനാ സൃഷ്ടിച്ചത്? ഒറ്റപ്പെടൽ ഒഴിവാകാൻ വേണ്ടിയിട്ട്. എന്തിനായിരുന്നു സൃഷ്ടിച്ചത്? തൻ്റെ വിഷാദം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും തനിക്ക് കരകയറാൻ വേണ്ടിയാണ് ദൈവം അവിടെ ഹവ്വയെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഹവ്വമാരാണല്ലേ ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്, അല്ലേ? ഇവിടെ കൂടിയിരിക്കുന്നതും ഓരോ ഹവ്വമാരാണ്. നിങ്ങളുടെ വീട്ടിലെ, നിങ്ങളുടെ ആ സ്നേഹക്കൂട്ടിലെ ഹവ്വകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അവിടെ തന്നെ നമുക്കൊരു ചോദ്യം കൂടിയാ നമുക്ക് മുൻപിൽ വരുന്നത്. ഞാൻ കാരണം ആർക്കെങ്കിലും ഒറ്റപ്പെടലുണ്ടോ? ഞാൻ കാരണം ആരെങ്കിലും അവരുടെ ഒറ്റപ്പെടൽ മാറ്റുന്നുണ്ടോ? അവരുടെ വിഷാദം മാറ്റുന്നുണ്ടോ? അവരുടെ പ്രയാസം മാറ്റുന്നുണ്ടോ? ഞാനും നിങ്ങളും അടങ്ങുന്ന സ്ത്രീ സമൂഹം നെഞ്ചിൽ കൈവച്ച് ചോദിക്കേണ്ട ചോദ്യം കൂടിയാണ്. സൃഷ്ടിപ്പ് മുതൽ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതലേ നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ തന്നെ തുടങ്ങുകയാണ്. എന്താണ്? ആണിനെ ഒറ്റയ്ക്കല്ല, ആണിനെ ഒറ്റയ്ക്ക് സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയല്ല ചെയ്തത്. ആണിന്റെ കൂടെ ആര് കൂടെയുണ്ട്? നാം സ്ത്രീ കൂടെയുണ്ട്, വനിത കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും കുടുംബം എന്ന് പറയുന്ന മനോഹരമായ ആ സംവിധാനം തുടങ്ങുകയാണ്, അല്ലെ? ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവരും അവരവരുടെ കുടുംബത്തിന്റെ വിളക്കുകളാണ്, അല്ലേ? ആണോ? ഞാനിവിടെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ അംഗീകരിച്ചിരണം. ആണോ? നമ്മളൊക്കെ വിളക്കുകളാണോ? ഇങ്ങോട്ട് പോകുന്ന നിമിഷം മുതല് കെട്ടു എന്ത് ഒരേത്തെ വിളക്ക്. ഇപ്പൊ അവിടെ ഉള്ള ആളുകളൊക്കെ ഇരുട്ടത്ത് തപ്പണുണ്ടാവും, അല്ലേ? നമ്മള് സ്ത്രീകള് ഒന്ന് മാറി നിന്നാ മതി, ഒന്നും വേണ്ട, തലവേദനയായൊന്ന് കിടന്നാ മതി. വീട്ടിൽ എന്തെല്ലാം വിളികളാ നമ്മൾ കേൾക്കുക. ഉമ്മ എന്നുള്ള വിളി ഒരു ഭാഗത്തുനിന്ന്, അല്ലെ? ഡീ എന്നുള്ള വിളി മറ്റൊരു ഭാഗത്തുനിന്ന്, താത്ത എന്നുള്ള വിളി മറ്റൊരു ഭാഗത്തുനിന്ന്. ഇങ്ങനെ തുടങ്ങി ശബ്ദങ്ങളാണ് നമുക്ക് ചുറ്റും. ഇതിനൊക്കെ കാരണം എന്താ? ആ പ്രകാശം കുറച്ച് സമയം മങ്ങിയിരിക്കുന്നു, ആ പ്രകാശം കുറച്ച് സമയം അണഞ്ഞിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് ചുറ്റുമുള്ളവരിൽ നിന്നും ഞാനും നിങ്ങളും അടങ്ങുന്ന സ്ത്രീ സമൂഹം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറെ ഒരു സ്ത്രീയുടെ മനസ്സ്, ഒരു സ്ത്രീയുടെ ഹൃദയം തമ്പുരാൻ സൃഷ്ടിച്ചു വെച്ചത് തന്നെ ഒരുപാടേറെ ഗുണങ്ങൾ കൂട്ടിച്ചാലിച്ചിട്ടാണ്. ആണുങ്ങൾക്കൊന്നും കൊടുക്കാത്ത കുറേ ഗുണങ്ങള് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട കുറെ ഗുണങ്ങള് നിങ്ങൾ തന്നെ പറയുമായിരിക്കും, അല്ലേ? ഇല്ലേ? ഒന്നാമത് ഞാൻ മാത്രം പറഞ്ഞത് രസമില്ല. എല്ലാവരും ചോറൊക്കെ തിന്ന്, സാറ്റർഡേ അല്ലേ, ശനിയാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ ബിരിയാണി വെച്ചിട്ടുണ്ടാവും, അതൊക്കെ കഴിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ ഉറക്കം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പറയൂല, നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചാ പറയണേ. എന്തൊക്കെയാ തമ്പുരാൻ നമുക്ക് തന്ന ഗുണങ്ങള്, സ്വഭാവ മഹിമകൾ എന്തൊക്കെയാ? കുറുമ്പോ, കുശുമ്പോ? തമ്പുരാനെ, ആ ക്ഷമയാണ് പറയണത്. ക്ഷമ എന്നാ പറഞ്ഞത്. ഞാൻ കേൾക്കുന്നത് കുറുമ്പ്, കുശുമ്പ്, കുയിന്ത്, ഇതൊക്കെയാ. കുയിന്ത് നിനക്ക് മനസ്സിലായോ? ആദ്യം ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, അല്ലേ? ഈ കോഴിക്കോട് ഈ നാദാപുരം ഭാഗത്തേക്കൊന്നും ഇല്ലാത്തൊരു സാധനം തോന്നുന്നു. ഞങ്ങളെ നിലമ്പൂരുള്ള ഒരു സാധനമാണ് കുയിന്ത്. തിന്നണ സാധനം അല്ലട്ടാ. കുയിന്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യങ്ങളില് നമ്മൾ പെണ്ണുങ്ങൾക്ക് മാത്രം ഉണ്ടാവുന്ന ഒരു വികാരമാണ്. നമ്മൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് വരുമ്പോ
അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാതെ വരുമ്പോ അല്ലേ, എപ്പോഴും ചിരിച്ചിരിക്കണ നമ്മളെ മുഖം എന്താവും, മെല്ലെ ഇങ്ങോട്ട് കൂടാൻ തുടങ്ങും അല്ലേ. പിന്നെ ആരെന്ത് പറഞ്ഞാലും ചിരിക്കൂല. ആയുസ് കൂടുന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ചിരിക്കുവോ? ചിരിക്കണ പരിപാടിയില്ല. ഇനി സൗന്ദര്യം കൂടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചിരിക്കുവോ? ചിരിക്കണ യാതൊരു കാര്യമില്ല. ഈ ഒരു അവസ്ഥയാണ് ഞങ്ങളെ നാട്ടിലെ നിലമ്പൂര് പറയുന്ന പേരാണ് കൊയ്ന്ത്. എനിക്ക് തോന്നണം ഇവിടെ ഒന്നും കൊയ്ന്തന്മാരില്ല എന്നല്ലേ. ഇല്ല ഇല്ല ഇല്ല, എല്ലാരും ഒരു വിധമൊക്കെ ചിരിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാ. അപ്പൊ നിങ്ങൾ പറഞ്ഞ കുറെ ഗുണങ്ങളൊക്കെ, ക്ഷമ, സഹനം, പിന്നെന്താ നിങ്ങളായിട്ട് ഇതൊക്കെ പറയണത്, ക്ഷമ, സഹനം, പിന്നെന്തന്നെയാളെ പഠിച്ചോ നമുക്ക് തന്ന ഗുണങ്ങൾ ഈ ക്ഷമ സഹനം മാത്രമേ ഉള്ളൂ. വേറെ എന്തല്ല? സ്നേഹം. വെരി ഗുഡ്, സ്നേഹാണ്, സ്നേഹം. പിന്നെയോ പിന്നെന്താ എന്താ പറഞ്ഞേ? ഭക്ഷണം ഉണ്ടാക്കുക. അല്ല, അതെന്താണെങ്കിലും പറയണം. അത് ഞങ്ങള് മലപ്പുറംകാരെ പോലെയല്ല. നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ഗുണാണ് അത്. എന്ത്? ഭക്ഷണം ഉണ്ടാക്കുക. നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കൽ എവിടെയാ? ഇവിടെ കിച്ചണിൽ, അടുക്കളയില അല്ലേ. എപ്പോഴും ഫുഡ് ഉണ്ടാക്കുക, ഭക്ഷണം ഉണ്ടാക്കുക മാത്രല്ല കഴിപ്പിക്കുകയും ചെയ്യും. അതുകൂടിയാണ് ഈ നാടിന്റെ ഒരു പ്രത്യേകത അല്ലെ. ഈ നാടിന്റെ ഒരു പ്രത്യേകത അതായത് ഇപ്പോഴും കൂടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോ ഞങ്ങളെ പ്ലേറ്റില് കഴിക്കുന്ന ഒരു അളവ് ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഗൃഹനാഥയും ഗൃഹനാഥനും കൂടെ ഞങ്ങൾ കഴിപ്പിക്കുകയാണ്. പോരാ, അത് പോരാ, കഴിച്ചത് അത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട്. അതില് ഞാൻ മനസ്സിലാക്കുന്നത് സ്നേഹമാണ് അല്ലെ. ഞങ്ങളെ നിലമ്പൂര് മലപ്പുറം ഭാഗത്തുള്ള ആളുകൾക്ക് അത്ര തന്നെ ഇല്ലാത്ത ഒരു പരിഗണന അല്ലെങ്കിൽ സ്നേഹമാണ് ഇവിടെയുള്ള ആളുകൾ കാണിക്കാറുള്ളത്. ഒന്ന് കൈയടിക്കുക. നിങ്ങളെ പറ്റിയല്ല പറയണത് അല്ലേ. നിലമ്പൂർ തരുന്ന ഞാൻ നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഒന്ന് കൈയടിച്ചൂടെ? ഒന്നും കൂടെ കൈയടിക്കുക. ഇത് കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ മയിലുണ്ട്. ഞാൻ പറയണ പോലെ അടിച്ചാൽ മതി. റെഡി അല്ലേ? ഞാന് 1 എന്ന് പറയുമ്പോ 2 തവണ കൈയടിക്കണം. എന്തായിരുന്നു? 1 എന്ന് പറയുമ്പോ 2 തവണ കൈയടിക്കുക. അപ്പൊ 2 എന്ന് പറയുമ്പോ 3 തവണ, 4 അല്ല 3. ഓക്കെ, അപ്പൊ 1 എന്ന് പറയുമ്പോ 2 തവണ, 2 എന്ന് പറയുമ്പോ 3 തവണ കൈയടിക്കണം. Are you ready? Yes, okay. അപ്പൊ let's start. 1. ഞാൻ ഇവിടെ പരിപാടിക്ക് വരുന്നതിന്റെ മുമ്പേ നിങ്ങളെ സംഘാടകർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, കോടിക്കലല്ലേ സ്ഥലത്തിന്റെ പേരല്ലേ, കോടിക്കൽ. ഇവിടുത്തെ സ്ത്രീകളൊക്കെ ഭയങ്കര നല്ല ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്, നല്ല ചിന്താശേഷിയുള്ള പെണ്ണുങ്ങളാണ്, ഭയങ്കര ഉയർന്ന ചിന്താഗതിയുള്ള ആളുകളാണ് ഇട്ടാന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചാ വരുന്നത്. തമ്പുരാനെ, ഇവരെ നടുവിൽ നിന്നിട്ട് എനിക്ക് ക്ലാസ് എടുക്കണല്ലോ എന്ന്. ഞാൻ എന്തെന്ന് പറയുമ്പോഴേ കൈയടിക്കാൻ പറഞ്ഞേ? 1 അല്ലേ? ഞാൻ എന്താ പറഞ്ഞേ? 1. ഞാൻ ജയിച്ചോ? ഇല്ലേ? നിലമ്പൂർന്ന് വന്ന ഞാൻ ഒറ്റ തവണയെങ്കിലും ജയിക്കട്ടെ നിങ്ങളെ മുമ്പില് ഇല്ലേ? അപ്പൊ 1 എന്ന് പറയുമ്പോ 2 തവണ ഇട്ടാ, നീ മറക്കരുതേ. ഒന്നുകൂടെ കളിക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. 1. സാരല്ലേ, കുറച്ച് ആൾക്കാരെ തോറ്റിട്ടുള്ളൂ അല്ലെ. ഒന്നുകൂടെ നമുക്ക് നോക്കാം. 2. സാരല്ല, ക്ഷമിച്ചു കൊടുക്കാം. ഒന്നുകൂടെ നോക്കാം നമുക്ക്. 1, 2, 1. അതെന്താന്നറിയോ? ചോറിപ്പ കഴിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ദഹന പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ചോറിലുള്ള കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും ന്യൂട്രിയൻസും ഒക്കെ ഇങ്ങനെ ബ്ലഡ് വലിച്ചെടുക്കുന്ന സമയല്ലേ. അപ്പൊ ഓലെ കുറ്റം പറയാൻ പറ്റൂലല്ലോ. ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ജയിച്ച്, നിലമ്പൂര് തോറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത സ്റ്റേജിലേക്ക് വരികയാണ്. നിങ്ങൾ തന്നെയാണ് ഏറ്റവും മികച്ചവര്. ഒരാള് മികച്ചത് ചെയ്യുമ്പോ ഒരാളെ അംഗീകരിക്കാൻ നാം കാണിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ മനസ്സ് അല്ലെ. നല്ലത് എന്ന് പറഞ്ഞിട്ട്, വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട്, നീ നല്ലതാണ് എന്ന് പറഞ്ഞ് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും അവരെ അഭിനന്ദിക്കാനുമുള്ള മനസ്സാണ് ഏറ്റവും വിശാലമേറിയ മനസ്സ് എന്ന് എന്നോടെന്ന പോലെ നമ്മൾ ഓരോരുത്തരും ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് നമ്മൾ കുടുംബത്തിലേക്ക് വരികയാണ്. ഈ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും കുടുംബം എന്ന് പറയുന്ന മനോഹരമായ സംവിധാനം ഉണ്ടാവുകയാണ് അല്ലേ. അപ്പോ പലപ്പോഴും ഞാൻ എൻ്റെ ക്ലിനിക്കില് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്, ഒരു രീതിയാണ്, ഫാമിലി
കൗൺസിലിങ്ങിനാണ് കൂടുതൽ ആളുകൾ വരിക, ഈ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന ആളുകളൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്റെ കുടുംബം മാത്രം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എന്റെ ഭാര്യ മാത്രം എന്താ ഇങ്ങനെ, എന്റെ ഭർത്താവ് മാത്രം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എന്റെ ഉമ്മയും ഉപ്പയും മാത്രം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ എന്റെ മക്കൾ മാത്രം എന്താ ഇങ്ങനെ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും കേൾക്കും, ഡെയിലി കേൾക്കുന്ന ചോദ്യമാണ്. ക്ലിനിക്കിന്റെ ഉള്ളിൽ വരുമ്പോ സങ്കടത്തോടെ വിഷമത്തോടെ പ്രയാസപ്പെട്ടിട്ട് ആളുകൾ ഇങ്ങനെ ചോദിക്കുക, എന്തുകൊണ്ടാ എന്റെ കുടുംബം മാത്രം, എന്തുകൊണ്ടാ എന്റെ ഭാര്യ മാത്രം, എന്തുകൊണ്ട് എന്റെ ഭർത്താവോ എന്റെ മക്കളോ എന്റെ മാതാപിതാക്കളോ മാത്രം ഇങ്ങനെ എന്ന ചോദ്യം. അപ്പോ ഈ ഇങ്ങനെ എന്നുള്ളത് സങ്കടപ്പെട്ട് വിഷമത്തില് ദുഃഖത്തിൽ പറയുമ്പോൾ നമുക്കറിയാം, ആ ഇങ്ങനെ എന്ന് പറയുന്നത് മനോഹരമായ ഒരു കാര്യമാവില്ല, അല്ലേ? അതിന് നമുക്കൊരു കഥ കേൾക്കാം, അല്ലേ? കഥ ഇഷ്ടമാണ് നിങ്ങൾക്കൊക്കെ ഇല്ലേ? രാത്രി കിടന്നുറങ്ങുമ്പോ മക്കൾക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കൂലേ? എല്ലാവരും ഉമ്മാരാണല്ലോ, ഇവിടെ എല്ലാവരും ഉമ്മാരല്ലേ? കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള മക്കളുണ്ടാവും. രാത്രി കിടന്നുറങ്ങുമ്പോ നമ്മൾ കുട്ടികൾക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കും, ഇല്ലേ? ഉണ്ടോ? ഈ കഥകൾ സ്റ്റോക്ക് ഔട്ട് ആവുമ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇന്ത്യക്ക് അവസ്ഥയാണ്, കഥകളൊക്കെ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും. കഥകൾ തീർന്നു, ഇത് ഡെയിലി തന്നെയല്ലേ പരിപാടി പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഉണ്ടാക്കി പറയും. അവിടെ ഉണ്ടല്ലേ, കോടിക്കലുണ്ട പരിപാടി, ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കൂലേ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പണ്ടൊക്കെ നമ്മളൊക്കെ ചെറിയ കുട്ടികളായ സമയത്ത് ഉമ്മിപ്പൊക്കെ കഥ പറഞ്ഞു തരുമ്പോഴേ ഗുണപാഠത്തൊക്കൊന്നും നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല, അതിന്റെ മുമ്പ് നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പൊടിപ്പും തുങ്ങലൊക്കെ വെച്ച് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കഴിയുമ്പോഴത്തേന് ഗുണപാഠമൊക്കെ പറയണേക്ക് മുമ്പ് നമ്മൾ ഉറങ്ങും. ഇപ്പോഴത്തെ കുട്ടികൾ ഉറങ്ങുമോ? എന്റെ മക്കളൊന്നും ഉറങ്ങില്ലേ? ഗുണപാഠം എത്തണവരെ പോലും കാത്തുക്കും. എന്ത് ഗുണപാഠമാണ് ഉള്ളത് എന്ന് അവര് പറയണതിന്റെ മുമ്പ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പൊ കേൾക്കുന്ന കഥ ഇപ്പൊ പറയാൻ പോകുന്ന, നമ്മൾ ഒരുമിച്ച് കേൾക്കാൻ പോകുന്ന കഥയിലെ ഗുണപാഠങ്ങളാട്ടോ പറയേണ്ടത്. അപ്പൊ കഥയാണ്, അതുകൊണ്ട് വീണ്ടും വീണ്ടും കഥയാണ് എന്ന് പറയാൻ കാരണം കഥയിൽ എന്തില്ല? കഥയിലെത്തില്ല, ചോദ്യമില്ല. ഇത് പറയാൻ കാരണം നാളെ ചിലപ്പോൾ ഇത് വീഡിയോയിലൊക്കെ വരും യൂട്യൂബിലേ, അതിന്റെ താഴെ കമന്റ് ഉണ്ടാവും, എന്ത് കഥ എന്ന് മുമ്പിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവില്ല, ഇത് എന്തൊക്കെയാ ഇപ്പൊ ഡോക്ടർ പറയണെന്നൊക്കെ ചോദിക്കും. അപ്പൊ ആ ചോദ്യം വരാണ്ടിരിക്കാനാ പറഞ്ഞത്, കഥയിൽ എന്തില്ല, ചോദ്യമില്ല. അപ്പൊ രണ്ടാളുകള് സ്വർഗവും നരകവും കാണാൻ വേണ്ടിട്ട് പോവാ. എന്ത് കാണാൻ ഇനി? സ്വർഗവും നരകവും. ചോദ്യം വന്നില്ല എല്ലാരും ഉള്ളില്, ഇവിടെ സ്വർഗവും നരകമൊക്കെ കാണാൻ പോവെന്ന് ഇല്ലേ? അത് ഭൂമിയിൽ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് കിട്ടുന്നതല്ലേ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാവും. അപ്പൊ കഥയാണ്, ചോദ്യമില്ല. ഇവർ രണ്ടാളും കൂടെ സ്വർഗവും നരകവും കാണാൻ പോവാം. അങ്ങനെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും അരികിലെത്തി ആദ്യം കാണുന്നത് നരകത്തിനെയാണ്. അപ്പൊ ഇങ്ങനെ എത്തി നോക്കുമ്പോ വലിയൊരു ബിൽഡിംഗ് ആണ്, വാതിലില്ല, ജനല് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ജനലിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുക, എന്തൊക്കെയാ പോടെ നടക്കണെന്ന് അറിയണല്ല. അപ്പൊ നോക്കുമ്പോ തന്നെ കാണുന്ന കാഴ്ച, ദൂരെ വലിയൊരു തീന്മേശയാണ്. വലിയൊരു ഡൈനിങ് ഹാളില് വലിയൊരു തീന്മേശയുണ്ട്. ആ തീന്മേശയിൽ ഭംഗിയുള്ള ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്, കുറെ ചിത്രപ്പണികളൊക്കെ ഉള്ള, കൊത്തുപണികളൊക്കെ ഉള്ള ചുവരൊക്കെയാണ്. ഈ ടേബിളിലാണെങ്കിൽ നിറയെ ഭക്ഷണ പദാർത്ഥങ്ങളാണ്, വിഭവ സമൃദ്ധമാക്കി വെച്ചിരിക്കുകയാണ്. നിരവധി കോപ്പയിലും പാത്രത്തിലൊക്കെ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണ പോലെ അല്ലെ, കോടിക്കൽക്കാർ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കി വെക്കൂലേ, അതേപോലെ ഭക്ഷണ വിഭവങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. ഈ ഭക്ഷണ വിഭവങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഇയാള്. നരകത്തിൽ എന്തോരം ഭക്ഷണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നോക്കി നിൽക്കുക. പെട്ടെന്ന് ഒരു ബെല്ലടിച്ചു. ആ ബെല്ലടിച്ചപ്പോ നരകത്തിലുള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരിക. അപ്പൊ ഇവരെ നോക്കുമ്പോൾ ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ആളുകളൊക്കെ കയ്യ് ശരീരത്തിൽ നിന്നും നിവർത്തി വെച്ചിട്ട് ഒരു ഇരുമ്പ് ദണ്ടില് കെട്ടിവെച്ചിരിക്കുകയുള്ളത്. എല്ലാ ആളുകളുടെയും കയ്യ് ശരീരത്തിൽ നിന്നും നിവർത്തി വെച്ച് ഒരു ഇരുമ്പ് ദണ്ടില് കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് കൈകളും കെട്ടിവെച്ച രൂപത്തിൽ ആളുകൾ ഇങ്ങനെ വരികയാണ്. എല്ലാവരും തീന്മേശയുടെ അരികിലെത്തി. എന്നിട്ട് എന്ത് ചെയ്തു? കയ്യൊക്കെ ഇങ്ങനെ വളച്ച് ഭക്ഷണം എടുത്തു. എല്ലാവരും കൈ വളച്ച് ഭക്ഷണം കയ്യിലെടുത്തു. പക്ഷേ ഭക്ഷണം വായിക്ക് വെക്കാൻ പറ്റുമോ? ഭക്ഷണം വായിക്ക് വെക്കാൻ പറ്റുമോ? ഭക്ഷണം എവിടെയുള്ളത്? ഈ ഇരുമ്പ് ദണ്ടിന്റെ അറ്റത്താ. കൈ മടങ്ങുമോ? കൈ മടങ്ങണില്ല. അങ്ങനെ എന്ത് ചെയ്തു? എല്ലാവരും ഭക്ഷണം കയ്യിലെടുത്ത് പിന്നെ അവിടെ ഇട്ട് പിന്നെയും കയ്യിലെടുത്ത് ആ ഭക്ഷണം മുഴുവൻ വിഭവ സമൃദ്ധമാക്കിയ
ആ തീന്മേശ മുഴുവൻ വേസ്റ്റായി പോവാണ്, ആർക്കും ഉപകാരപ്പെടാതെ നശിച്ചു പോവാണ് ചെയ്തത്. ഈ കാഴ്ചയൊക്കെ കണ്ട് സങ്കടപ്പെട്ട് നമ്മളെ ടൂർ പോയ ആളെന്ത് ചെയ്തു, ഈ മതി നരകം കണ്ടത്, സ്വർഗം കാണട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വർഗം കാണാൻ ചെല്ലുകയാണ്. സ്വർഗത്തിന് വാതിലില്ല, ജനല് മാത്രമേ ഉള്ളൂ. അപ്പൊ ജനലിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോ ഇതേ കാഴ്ച തന്നെയാ കാണുന്നത്. വിശാലമായ ഒരിടമാണ്, അവിടെ വലിയൊരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ, ആ മേശ നിറയെ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. നേരത്തെ നരകത്തിൽ കണ്ട പോലെ തന്നെ വിഭവ സമൃദ്ധമായ ആഹാര പാനീയങ്ങൾ നിറച്ചു വെച്ചിട്ടുള്ളത്. കുറച്ചു സമയം നോക്കി നിൽക്കുമ്പോ അവിടെ ബെല്ലടിച്ചപ്പോ സ്വർഗത്തിലുള്ള ആളുകളും വരിക. പക്ഷെ ഉണ്ടല്ലോ, സ്വർഗത്തിലുള്ള ആളുകളുടെ കൈയും എങ്ങനെയാണ്, ശരീരത്തിൽ നിന്നും നിവർത്തി വെച്ച് ഇരുമ്പ് ദണ്ടില് കെട്ടിവെച്ച പോലെയാണ് അവരുടെ കൈയുള്ളത്. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ നമ്മളെ ടൂർ പോയ ആൾക്ക് എന്തായി, സങ്കടം വന്നു. ഈ ഭക്ഷണവും മിക്കവാറും വേസ്റ്റ് ആവാൻ പോവാണ്. അങ്ങനെ അവരൊക്കെ ഓരോരുത്തരായി വന്ന് തീന്മേശയിൽ നിന്നും അവരെ കൈ കൊണ്ട് ഭക്ഷണം എടുത്തു. വളരെ ഭംഗിയായിട്ട് അവരെല്ലാവരും വയറ് നിറയെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. എങ്ങനെയാണെന്നറിയോ അവർ ഭക്ഷണം കഴിച്ചത്? ഭക്ഷണം എടുക്കുന്ന ആള് തൊട്ടടുത്തുള്ള ആളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഓരോരുത്തരും തന്റെ വായിലേക്ക് മാത്രമാണ് തന്റെ കൈകൾ എത്താത്തത്. പക്ഷേ ബന്ധിക്കപ്പെട്ട ആ കൈകള് തൊട്ടരികിലില്ല, തന്റെ കൂടെയുള്ള, തന്റെ ചുറ്റുമുള്ള എല്ലാവരുടെ വായിലേക്കും നിഷ്പ്രയാസം എത്തിക്കാൻ സാധിക്കുമായിരുന്നു. അവരോരോരുത്തരും എന്ത് ചെയ്തു? തങ്ങളുടെ കൈകളിൽ കിട്ടിയ ഭക്ഷണ പാനീയ പദാർത്ഥങ്ങൾ തൊട്ടരികിലുള്ള ആളുകളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഒരു തുള്ളി പോലും ഭക്ഷണം പാഴാകാതെ, ചീത്തയായി പോവാതെ എല്ലാവരുടെയും വയറ് നിറയുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ടൂർ അവസാനിക്കാണ്, നമ്മുടെ കഥയും അവസാനിക്കാണ് അല്ലെ? ഒരേ അന്തരീക്ഷത്തിലുള്ള, ഒരേ സാഹചര്യങ്ങളുള്ള രണ്ട് സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടത്. അതിലൊന്ന് നരകമായും ഒന്ന് സ്വർഗമായും മാറി ആണല്ലോ. രണ്ട് സ്ഥലത്തും ഒരേ കാര്യങ്ങളല്ലേ നടന്നത്? രണ്ട് സ്ഥലത്തും ഒരേ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള മനുഷ്യന്മാർ എങ്ങനെയാണ് അതിനെ നേരിട്ടത്, എങ്ങനെയാണ് അവരതിനെ കൈകാര്യം ചെയ്തത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരേ സാഹചര്യമുള്ള രണ്ടിടങ്ങളിൽ ഒന്ന് സ്വർഗമായി മാറുകയും മറ്റൊന്ന് നരകമായി മാറുകയും ചെയ്തത്. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ചോദ്യങ്ങളുടെ ഉത്തരവും. എന്തുകൊണ്ടാ നിന്റെ കുടുംബം മാത്രം ഇങ്ങനെ? എന്തുകൊണ്ടാ നിന്റെ ഭാര്യ മാത്രം, നിന്റെ ഭർത്താവ് മാത്രം, നിന്റെ ഉമ്മയും ഉപ്പയും മാത്രം, നിന്റെ മക്കള് മാത്രം ഇങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരവും അങ്ങനെ തന്നെയാണ്. ഇതിന്റെ കൂടെ പരാതി പറയുമ്പോ തന്നെ ക്ലിനിക്കിൽ വന്നിട്ട് പരാതി പറയുന്ന മറ്റൊരു കാര്യമാണ്, ഡോക്ടറെ ഞങ്ങളെ ഒന്ന് നന്നാക്കി തരുമെന്ന്. എന്താ ചോദിക്കല്? ഡോക്ടറെ ഞങ്ങളെ ഒന്ന് നന്നാക്കി തരുമോ? ഞങ്ങളെ ഒന്ന് നന്നാക്കി തരുമെന്ന് ചോദിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. പക്ഷെ കൂടുതൽ ആളുകൾ എന്താ ചോദിക്കലെന്ന് അറിയോ? ഡോക്ടറെ ഓളെ ഒന്ന് നന്നാക്കി തരുമോ, അല്ലെങ്കിൽ ഡോക്ടറെ മൂപ്പരെ ഒന്ന് നന്നാക്കി തരുമോ എന്ന്. ഓളെ ഒന്ന് ശരിയാക്കി തരുമോ, അല്ലെങ്കിൽ മൂപ്പരെ ഒന്ന് ശരിയാക്കി തരുമോ? ഇതെന്താ മിക്സിയാ? ആണോ? മിക്സി ആണെങ്കിൽ നന്നാക്കി കൊടുക്കുക അല്ലേ? അത് റിപ്പയർ ചെയ്ത് ഉള്ളത് തുറന്ന് നട്ടും ബോൾട്ടും ഇങ്ങോട്ടും ആക്കി അതിന്റെ ടെക്നോളജി അറിയുന്ന ആളുകൾക്കാണെങ്കിൽ നിഷ്പ്രയാസം ശരിയാക്കി കൊടുക്കാം. പക്ഷെ ഇത് നന്നാക്കാൻ പറ്റുന്ന സാധന ആണോ? ഓള് നന്നാക്കുക അല്ലെങ്കിൽ ഓനെ നന്നാക്കുക, അവള് നന്നാവട്ടെ, അവൻ നന്നാവട്ടെ, അവർ നന്നാവട്ടെ, അങ്ങനെയാണോ? യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? അല്ല, ഈ നന്നാവണതിന്റെ ആവശ്യകത എന്താ? എന്തിനാ നന്നാവണത്? നമുക്കൊക്കെ ഏറെ വിദ്യാഭ്യാസം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ മികച്ച ജോലി ഉണ്ടായിക്കോട്ടെ, കൈ നിറയെ സമ്പത്ത് ഉണ്ടായിക്കോട്ടെ, സ്ഥാനമാനങ്ങൾ ഉണ്ടായിക്കോട്ടെ, പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടായിക്കോട്ടെ, പഠിച്ചോന് തമ്പുരാന് ഭൂമിയില് ഒരു മനുഷ്യന് നൽകേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഉള്ള ആളാണ് എന്ന് നമ്മളിങ്ങനെ അഭിമാനിക്കുമ്പോഴും ഒരു പക്ഷേ നമ്മൾ അഹങ്കരിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. രാത്രി നമ്മൾ കിടന്നുറങ്ങി നമ്മളെ പുരണ്ടല്ലോ,
നമ്മളുടെ സമാധാന കൂടുണ്ടല്ലോ, മസ്കൻ എന്നാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. മസ്കൻ, മസ്കൻ എന്ന് പറഞ്ഞാല് ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള ഇടം എന്നാണ്. ലോകത്ത് ഏറ്റവും സമാധാനമുള്ള ഇടം എന്നാണ് മസ്കനിന്റെ അർത്ഥം. ലോകത്തെ ഏറ്റവും സമാധാനമുള്ള ഇടം കവലകളാണോ, അങ്ങാടിയാണോ, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പാണോ, ഗെറ്റ് ടുഗദർ നടക്കുന്ന സ്ഥലമാണോ, കൂട്ടുകാരന്റെ വീടാണോ, ഹോസ്റ്റലാണോ? തീർച്ചയായും അല്ല. എത്ര സംവിധാനങ്ങളുണ്ട്, എത്ര ഗെറ്റ് ടുഗദർ സെന്റേഴ്സ് ഉണ്ട്, എത്ര കൂടി ഒരിക്കുന്ന, ആനന്ദിക്കുന്ന, ആഹ്ലാദിക്കുന്ന സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഭൂമിയിൽ. എത്ര ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, സമാധാനമുള്ള ഇടം, വെറും സമാധാനമുള്ള ഇടമല്ല, ഏറ്റവും സമാധാനമുള്ള ഇടം അതെന്താണ്? എൻ്റെ നിങ്ങളുടെയൊക്കെ വീടാണ്, നമ്മളെ കന്തിയുറങ്ങുന്ന നമ്മുടെ കൂടാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആ കൂട്ടിനുള്ളിലെ, ആ വീടിനുള്ളില് സന്തോഷം ഇല്ലെങ്കില്, ആ വീടിന്റെ ഉള്ളിൽ സമാധാനം ഇല്ലെങ്കിൽ ഈ നേട്ടങ്ങളൊക്കെ വെറുതെയാണ്. വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊരു കാര്യമില്ല, ഇഷ്ടംപോലെ പൈസ ഉണ്ടായിട്ടൊരു കാര്യമില്ല, നമുക്ക് സഫലമാക്കാൻ പറ്റാത്ത ഒരാഗ്രഹവും ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന മുൻപേ ഒരുപക്ഷെ നമ്മെ കൊണ്ട് തന്നെ അത് പ്രാവർത്തികമാക്കാൻ പറ്റിയെന്ന് വന്നേക്കാം. പക്ഷെ ഒരു കാര്യമില്ല, വീട്ടില് ഞാനും എൻ്റെ ഇണയും തമ്മിൽ, ഞാനും എൻ്റെ മാതാപിതാക്കളും തമ്മിൽ, ഞാനും എൻ്റെ മക്കളും തമ്മിൽ, ഞാനും എൻ്റെ സഹോദരങ്ങളും തമ്മിൽ, ഞാനും എൻ്റെ കൂട്ടുകാരും തമ്മിൽ, ഞാനും എൻ്റെ അയൽവക്കക്കാരും തമ്മിൽ പ്രശ്നങ്ങളാണോ, പ്രയാസങ്ങളാണോ, ഒട്ടലും ചീറ്റലും ആണോ, പരിഭവമാണോ ഉള്ളത് എങ്കിൽ ഇതൊന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല. അതൊന്ന് ആസ്വദിക്കാനോ അനുഭവിക്കുവാനോ അതിന്റെ സുഖം എന്താണെന്ന് യഥാർത്ഥത്തിൽ അതിന്റെ അതേ അർത്ഥത്തിലും ആഴത്തിലും ഉൾക്കൊള്ളുവാനോ നമുക്ക് സാധിക്കുകയില്ല എന്നാണ് മെഡിക്കൽ സയൻസ് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പുതിയ കണക്ക് പ്രകാരം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ലോകത്ത് അസുഖങ്ങള് 3 ടൈപ്പ് രോഗങ്ങളാണ് ഉള്ളത്. ഒന്ന് സൈക്കോസിസ്, രണ്ടാമത്തത് ന്യൂറോസിസ്, മൂന്നാമത്തത് സൈക്കോസൊമാറ്റിക്. ഈ 3 ടൈപ്പ് ഓഫ് അസുഖങ്ങളില് സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ മാനസിക ജന്യ രോഗങ്ങൾ, ന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ ശാരീരികമായി ഉണ്ടാവുന്ന അസുഖങ്ങൾ, സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞാൽ മാനസിക ജന്യ ശാരീരിക രോഗങ്ങൾ അഥവാ മാനസിക ബുദ്ധിമുട്ടുകൾ കാരണം ശരീരത്തിനുണ്ടാവുന്ന വയ്യായികകളാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, പേടിച്ച് പനിക്കുക, കേട്ടിട്ടില്ലേ? പേടിച്ചാൽ പനിക്കും ചില ആളുകൾക്ക്. അപ്പൊ പേടി എന്ന് പറഞ്ഞതാണ് അവിടെ രോഗ കാരണം. പക്ഷെ പനി ആയിട്ടാണ്, ശരീരത്തിന്റെ ബുദ്ധിമുട്ടായിട്ടാണ് അത് പുറത്തേക്ക് കാണിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടില്, നമ്മുടെ ലോകത്ത് മനുഷ്യന്മാർ അനുഭവിക്കുന്ന 75% രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ഡിസീസസ് ആണ് എന്നാണ് പറയുന്നത്. മാനസിക ജന്യ ശാരീരിക രോഗങ്ങളാണ് എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഏറ്റവും പുതിയ കണക്ക്. അതുകൊണ്ട് തന്നെയൊക്കെയല്ലേ ഈ കൗൺസിലിംഗ് സെന്റേഴ്സുകളിൽ സൈക്യാട്രിസ്റ്റുമാരുടെ അടുത്ത്, സൈക്കോളജിസ്റ്റുമാരുടെ അടുത്ത് എന്തൊരു തിരക്കാന്നറിയോ? ഇല്ലേ? തിരക്കല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര തിരക്കാ. ഈ ആളുകളൊക്കെ സന്തോഷം പറയാൻ വരുന്നതാ ആണോ? എന്തെങ്കിലും ഒരു സംശയം? അല്ല, എൻ്റെ അടുത്തേക്ക് കല്യാണം പറയാൻ ആരെങ്കിലും ക്ലിനിക്കിക്ക് വരുമോ? അല്ലെങ്കിൽ കുട്ടി ഉണ്ടായത്, മരുവോള് പ്രസവിച്ച കാര്യം പറയാൻ, സന്തോഷം പറയാൻ ആരും വരൂല്ല. ആരും ക്ലിനിക്കിക്ക് വരൂല. ഈ സങ്കടം പറയാൻ മാത്രമേ വരുള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളെ പരിപാടി എന്താ? സങ്കടം കേൾക്കുക. അതിനിടയിൽ ആരെങ്കിലും ഒരു സന്തോഷം പറയാൻ വിളിക്കുമ്പോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സന്തോഷം പറയാൻ കയറി വരുമ്പോ ഭയങ്കര സന്തോഷമാണ് ഇല്ലേ? ഈ സങ്കടങ്ങളുടെ പരിഹാരം കാണുക എന്നുള്ളത് നമ്മളെ പരിപാടി. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത്രയേറെ ആളുകൾക്ക് ഈ സങ്കടം, ഇത്രയേറെ ആളുകൾക്ക് ഈ പ്രയാസം? അതിന്റെ ഉത്തരാണ് മുൻപിൽ വന്ന് ഓരോരുത്തരും ചോദിക്കല്, ഓളെ ഒന്ന് നന്നാക്കി തരുവോ, ഓനെ ഒന്ന് നന്നാക്കി തരുവോ, ഞങ്ങളെ ഒന്ന് നന്നാക്കി തരുവോന്ന്. ഈ നന്നാവണത് എന്തിനാണെന്നറിയോ? ആ കൂട്ടിലുള്ള, ആ കുടുംബത്തിലുള്ള, ആ വീടിനകത്തുള്ള ഓരോ ആളുകളും നന്നാകുമ്പോഴാണ് അത് ഇമ്പമുള്ളതായി തീരുന്നുള്ളൂ. കുടുംബം എന്ന് പറഞ്ഞാൽ തന്നല്ലേ, കൂടുമ്പോൾ ഇമ്പം പകരുന്നതാണ്. കൂടുമ്പോ ഇമ്പാണ് പകരേണ്ടത്. ഇവിടെ ബോംബ് പൊട്ടിയിട്ട് കാര്യമുണ്ടോ?
അവിടെയാണ് നമ്മൾ എല്ലാവരും നന്നാവേണ്ടതിന്റെ ഉദ്ദേശം. മറ്റൊരു കഥയാണ് കേട്ടാ. ഒരിക്കല് ഭാര്യനെയും കൊണ്ടേ ENT സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് പോവാ. ആര്? സ്വന്തം ഭർത്താവ് സ്വന്തം ഭാര്യനെയും കൊണ്ട് ENT സ്പെഷ്യലിസ്റ്റ് അറിയില്ലേ നിങ്ങള്? നമ്മളെ തൊണ്ട, പിന്നെ ചെവി, അതുപോലെ മൗത്തും ഒക്കെ നോക്കുന്ന ഡോക്ടേഴ്സാണ് ENT. അങ്ങനെ ആ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് കൊണ്ടുപോയിട്ട് അവരെ ആ സൈഡിൽ എടുത്തിട്ട് ഡോക്ടറെ അടുത്ത് വരാതെ പറയാം, ഡോക്ടറെ നിങ്ങളെ കൊണ്ടെങ്കിലും ഇവളുടെ അസുഖം ഒന്ന് മാറ്റി തരാൻ പറ്റണം. ഓക്ക് ചെവി കുറച്ച് കുറവാണ്. കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ്, ഓക്ക് ചെവി കേൾക്കൂല. നിങ്ങളെ കൊണ്ടെങ്കിലും ഓളെ ചെവി ഒന്ന് നന്നാക്കി തരാൻ പറ്റിയാല്, ഓളെ കേൾവി ശക്തി ഒന്ന് തിരിച്ചെടുക്കാൻ പറ്റിയാല് വലിയ കാര്യം. അങ്ങനെ കണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്തു. എല്ലാ ടെസ്റ്റും നോർമലാണ്. അങ്ങനെ ഈ ഡോക്ടർ പറയാണ് എല്ലാ ടെസ്റ്റും നോർമലാണ്, നമ്മൾ മരുന്നും കുടിച്ചു, ഇനിയിപ്പോ എന്നെ കൊണ്ട് ചികിത്സിക്കാൻ പറ്റൂല. നിങ്ങൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് ടെൻഷൻ വന്നാലും കേൾവി ശക്തി കുറയുന്നു അല്ലേ? കുറയൂലേ? ടെൻഷൻ വന്നാൽ കേൾവി ശക്തി കുറയൂലേ? കുക്കർ അങ്ങനെ കൂക്കുന്നുണ്ടാവും ഇല്ലേ? സൈഡിൽ നിന്നാലും നമ്മളെ കേൾക്കുവോ? കാരണം നമ്മളെ മനസ്സിലെന്താ? ടെൻഷനാ. പഠിച്ചോനെ കുട്ടി പരീക്ഷയ്ക്ക് പോയിക്കണ്, ഓക്ക് എല്ലാ എക്സാമും എഴുതാൻ പറ്റൂലേ ആവോ, എല്ലാ ആൻസറും ഒക്കെ കിട്ടൂലേ ആവോ. ആർക്കാ ടെൻഷൻ? പരീക്ഷ എഴുതുന്ന ഓക്കാണോ? അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന ഓനാണോ ടെൻഷൻ? ഇല്ല. ആർക്കാ ടെൻഷൻ? നമുക്ക് അല്ലേ? ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പോ നമ്മൾ അനുഭവിക്കുന്ന ഒരു പൊറുതേടില്ലേ? ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പോ ആർക്കാ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാവുക? ഉമ്മാക്ക്. കാരണം എന്താ? പിറ്റേന്ന് തിങ്കളാഴ്ചയാണ്, പിറ്റത്തെ ദിവസം തിങ്കളാഴ്ചയാണ് എന്നുള്ള ടെൻഷന് മക്കൾക്ക് ഉണ്ടോ? ഓൻ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓളോടെ കൊത്തങ്കല്ല് കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓള് മൊബൈൽ ഇരിക്കുന്നുണ്ടാവും. നമ്മക്കാണ് ടെൻഷൻ, ഉമ്മാക്കാണ് ടെൻഷൻ. അത് തന്നെയാണ് ഈ ഒത്തുകൂടലിന്റെ പ്രാധാന്യം. ഏതെങ്കിലും വാപ്പാര് ഞായറാഴ്ച വൈകുന്നേരം പുറത്തു എടുത്തുനിന്ന് വേഗം വരലുണ്ടോ? റബ്ബേ നാളെ തിങ്കളാഴ്ച കുട്ടിക്ക് സ്കൂളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ടോ? ഇവിടെ കോടിക്കലുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കണ്ടട്ടാ, പ്രത്യേകം വെച്ച് ആദരം കൊടുക്കാൻ വേണ്ടിട്ടാ. ഇവിടെ ഉണ്ടോ? ഇല്ല, ഒരൊറ്റ വാപ്പാരും ഉണ്ടാവില്ല. ഏതെങ്കിലും വാപ്പാര് മക്കൾക്ക് എക്സാമാന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്ത് നിന്നുകണാ? ഇല്ല. ഏതെങ്കിലും വാപ്പാര് കുട്ടികളെ പാരന്റ്സ് മീറ്റിങ്ങിന് പോയിക്കണാ? പോയിട്ടുണ്ടാവും, ചിലപ്പോ നിർബന്ധിച്ച് വിട്ടപ്പോ അല്ലെ? പ്രാവശ്യം ഞാൻ പോവില്ല, നിങ്ങൾ എന്നെ പോണെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ വിളിച്ചിട്ടുണ്ടാവും, നിർബന്ധമായിട്ടും അച്ഛൻ തന്നെ വരണമെന്ന്. അല്ല, പാരന്റ്സ് മീറ്റിംഗിൽ അങ്ങനെയാ കാണാറ്. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന മട്ടില് ബോഡി ഗാർഡ്സിനെ പോലെ 1 2 ആണുങ്ങളൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ നിൽക്കണ്ടാവും. അവർക്ക് ഇതൊന്നും അറിയണ്ട. ഇതൊക്കെ ആരുടെ വിഷയമാണ്? ഉമ്മാരെ വിഷയം അല്ലെ? അല്ലെ? ഇങ്ങനെ തുടങ്ങിയിട്ട് എണ്ണിയാൽ ഒതുങ്ങാത്ത അത്രയും, എണ്ണിയാലും തീരാത്ത അത്രയും ടെൻഷനും കൊണ്ട് നടക്കുന്ന ആളുകളാ നമ്മള് പെണ്ണുങ്ങള്. രാത്രി കിടന്നുറങ്ങുമ്പോഴേ നമുക്കറിയാം, ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ? സ്ലീപ്പ് ഈസ് എ മിനിയേച്ചർ ഫോം ഓഫ് ഡെത്ത്. മരണത്തിന്റെ ഒരു ചെറിയ രൂപമാണ് ഉറക്കം എന്ന് പറയുന്നത്. നമുക്കൊരു ഉറപ്പില്ല അല്ലെ നാളെ നമ്മൾ എഴുന്നേൽക്കുമെന്ന്? ഉറപ്പുണ്ടോ? നമ്മള് നാളെ ഞാൻ ഉറപ്പായും എഴുന്നേൽക്കും എന്ന തീരുമാനത്തോടെ ഉറങ്ങുന്ന ഒരു മനുഷ്യനും ഉണ്ടാവില്ല. കാരണം ഉറപ്പില്ലാത്ത കാര്യ. ഒരു പക്ഷെ ആ ഉറക്കം നമ്മളുടെ അവസാനത്തെ ഉറക്കമായേക്കാം. ഈ ഒരു പ്രതീക്ഷയില് നമ്മൾ ഉറങ്ങുമ്പോഴും ചൊല്ലി പറഞ്ഞ് പ്രാർത്ഥിച്ച് ദിക്റും സ്വലാത്തും നാമം ഒക്കെ ജപിച്ച് നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്താ? അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? രാവിലെ എന്താ കടി ഉണ്ടാക്കുക? രാവിലെ എന്താ കടി ഉണ്ടാക്കുക? കടീന്നല്ലേ ഇവിടെ പറയാൻ നാസ്തക്ക്? അല്ല, നാട് മാറുമ്പോ ചിലപ്പോ ചില വാക്കുകളൊക്കെ പഠിച്ചോടെ നിലമ്പൂരൊക്കെ കടിയാണോ തിന്നല് നിങ്ങൾക്ക് തോന്നും. കടീന്നല്ലേ പറയാ? യെസ്. അപ്പോ രാവിലെ എന്താ കടി ഉണ്ടാക്കുക എന്നുള്ള ബേജാറാണ് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളെയൊക്കെ മനസ്സില്. ശരിക്കും നമ്മൾ എത്ര നിസ്സാരരാ അല്ലെ? ആലോചിച്ച് നോക്കി. പാവല്ല ശരിക്കും നമ്മള്. ആളുകൾ ആരെങ്കിലും നാളെന്താ കടി ഉണ്ടാക്കുക എന്ന് ആലോചിച്ച് കിടന്നുറങ്ങലുണ്ടാ? എന്റെ നംഷാദൊക്കെ ഉറങ്ങലില്ല. നിങ്ങൾ അവിടെ ആരെങ്കിലും ഉറങ്ങലുണ്ടാ? ഇല്ല, ഇവിടെ ഇല്ലല്ലേ? അപ്പൊ എല്ലാ നാടും കണക്കാ. അപ്പൊ ഇങ്ങനെ പെണ്ണുങ്ങൾ മാത്രം ഒരു പക്ഷേ ഞാൻ മരിച്ചേക്കാം, അങ്ങനെയുള്ള ചിന്തയേക്കാൾ എൻ്റെ ഉള്ളിൽ ബേജാറ് ദോശ ഉണ്ടാക്കുവോ, പുട്ടുണ്ടാക്കുവോ, ഞങ്ങൾക്ക് എന്താ കടി ഉണ്ടാക്കുക, ഇത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കിയാൽ പോരല്ലോ അല്ലെ? ഓരോരുത്തർക്ക് ചിലപ്പോൾ ഓരോ കടി ഉണ്ടാക്കേണ്ടി വരും. എല്ലാവർക്കും കൂടെ ഇഷ്ടപ്പെട്ട ഒരു കടികളിലേക്ക് യോജിപ്പിച്ച് വരണമെങ്കിൽ പെണ്ണിന്റെ ബുദ്ധി പ്രവർത്തിക്കണം.
അപ്പൊ ഉറങ്ങണ നേരത്താണ് ആ ബുദ്ധി പ്രവർത്തിക്കുക. എല്ലാവർക്കും പറ്റണ എന്ത് കടി ഉണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് നമ്മൾ പെണ്ണുങ്ങൾ അല്ലെ. നമ്മൾ എവിടേക്കത് ഇങ്ങോട്ടൊക്കെ പോയത്? കടിയൊക്കെ കൂടെ നമ്മൾ പോയത്. നിങ്ങൾ ആരപ്പോ ഇവിടെ ഇല്ലേ? ഞാൻ മാത്രം ഇവിടെ ഇല്ലാത്തുള്ളൂ. നമ്മൾ ഇവിടുന്ന് കടിക്ക് പോയത് എല്ലാരും ഇവിടെ ഇല്ലേ? നമ്മൾ എവിടുത്തെ സത്യം ഞാൻ മറന്നു. നമ്മൾ എവിടുത്തെ കടിക്ക് പോയത്? വെരി ഗുഡ്. ഈ താത്ത മാത്രം അവിടെ ശ്രദ്ധിച്ചിരിക്കുന്നത് കേട്ടാ. താത്ത പറഞ്ഞു ഡോക്ടർ അടുത്തല്ലേ നമ്മളുള്ളത് അല്ലേ? അപ്പൊ ചെവി കേൾക്കൂല. ഡോക്ടർ പറയാണ് നിങ്ങള് ടെൻഷൻ അടിച്ചാലും ചില പെണ്ണുങ്ങൾക്ക് കേൾവി ശക്തി ഇല്ലാണ്ടാവും. ENT സ്പെഷ്യലിസ്റ്റ് പറയാ ടെൻഷൻ അടിക്കുമ്പോഴും ചില പെണ്ണുങ്ങൾക്ക് കേൾക്കൂല. അതുകൊണ്ട് നിങ്ങൾ സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനോ പോയിട്ട് കാണിച്ചോളിയെന്ന്. അങ്ങനെ മൂപ്പരെന്ത് ചെയ്തു? 36 കൊണ്ട് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോവാം. സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് ചെന്നപ്പോ സൈക്യാട്രിസ്റ്റ് പറഞ്ഞു ഞാൻ ഒരു ടെസ്റ്റ് എഴുതി തരാം. ഇയാള് തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു പൊന്നാറിന്റെ ഡോക്ടറെ, ഭൂമിയിലുള്ള സകല ടെസ്റ്റുകളും ഞാൻ ചെയ്തിക്കണ്. എന്റെ പോക്കറ്റിൽ പൈസ ഇല്ല ടെസ്റ്റ് ചെയ്യാൻ. അത്രയും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ഈ ടെസ്റ്റിന് പൈസ ഒന്നും ചെലവാക്കണ്ടെന്ന്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു കൊടുക്കാണ് നിങ്ങൾ നാളെ രാവിലെ തന്നെ ഭാര്യ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് 20 മീറ്റർ അകലെന്ന് ഒരു കാര്യം ചോദിക്കാം. അവിടുന്ന് 36 കേട്ടിട്ടില്ലെങ്കിൽ 15 മീറ്റർ അകലെത്തുന്ന കുറച്ചും കൂടെ 5 മീറ്റർ കൂടെ മുന്നിലേക്ക് വന്നിട്ട് ഒന്നും കൂടെ അതേ കാര്യം ചോദിക്കാം. അവിടുന്ന് 36 കേട്ടിട്ടില്ലെങ്കിൽ 10 മീറ്റർ അകലെത്തുന്ന, മനസ്സിലാവുണ്ടെങ്കിലൊക്കെ 5 മീറ്റർ മുമ്പൊക്കെ വന്നിട്ട് ചോദിക്കുക. എന്നിട്ട് 5 മീറ്റർ അകലെത്തുന്നു അതേ കാര്യം ചോദിച്ചിട്ട് അവര് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ ഞാൻ മാറ്റി തരാന്ന് പറയണം. അവർക്ക് സന്തോഷായി. ഒന്നാമത്തെ കാര്യം എന്താ? കായ്ക്ക് മുടക്കില്ലാത്ത ടെസ്റ്റാ അല്ലെ. അങ്ങനെ പുരയ്ക്ക് പോയി രാവിലെ തന്നെ 36 കൊണ്ടാട്ടി എന്ത് ചെയ്യാണ്? അടുക്കളയിൽ ഇരുന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ നാസ്ത ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. മൂപ്പര് കറക്റ്റ് 25 മീറ്റർ അകലത്ത് നിന്ന് പോയിട്ട് ചോദിക്കുകയാണ് അല്ല മോളെ ഇന്നെന്താ ചായക്ക് കടി? ഉത്തരണ്ടോ? ഒരു ഉത്തരവില്ല. മൂപ്പര് എന്ത് ചെയ്തു? 5 മീറ്റർ മുമ്പൊക്കെ നിന്ന് 15 മീറ്റർ അകലത്ത് നിന്ന് ഒന്നും കൂടെ ചോദിക്കുക അല്ല മോളെ ഇന്നെന്താ ചായക്ക് കടി? ഉത്തരണ്ടോ? ഒരു ഉത്തരവില്ല. മൂപ്പർക്ക് സങ്കടം വരികയാണ്. കുറച്ചോനെ ഇവിടെ കേൾവി ശക്തി ഇല്ലല്ലോ തമ്പുരാനെ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? മൂപ്പര് എന്ത് ചെയ്തു? വീണ്ടും 5 മീറ്റർ മുന്നിക്ക് ചാടി 10 മീറ്റർ അകലത്ത് നിന്ന് ഒന്നും കൂടെ ചോദിക്കുക. മിസ്മിക്ക് ചൊല്ലിട്ട് ചോദിക്കുക. ഒറ്റ ചാൻസും കൂടി ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നൊരു ചാൻസും കൂടി ഉള്ളൂ, പിന്നെ കഴിഞ്ഞ്. അപ്പോഴും ചോദിക്കുക മോളെ ഇന്നെന്താ ചായക്ക് കടി? നോ ആൻസർ. അവസാനത്തെ പഴച്ചാണല്ലേ 5 മീറ്റർ അകലത്തേക്ക് നിന്നു. സകല പ്രാർത്ഥനകളും ചൊല്ലി വീണ്ടും ചോദിക്കാണ് പൊന്നാരന്റെ മോളെ എന്താണ് ഇന്ന് ചായക്ക് കടി? ചട്ടകം പിടിച്ച് തിരിഞ്ഞു നിന്നിട്ടോട് പറഞ്ഞേ അപ്പോ മുട്ടക്കറി. നീ എത്ര പ്രാവശ്യമായി നിങ്ങളോട് ഞാൻ പറയണേ? 4 പ്രാവശ്യമായി ഞാൻ നിങ്ങളോട് അപ്പം മുട്ടക്കറി അപ്പം മുട്ടക്കറി അപ്പം മുട്ടക്കറി എന്ന് പറയുന്നത്. മനുഷ്യർക്ക് ചെവിക്കൂലേന്ന്. രസമല്ലേ മാപ്പിളാരെ പറയുമ്പോ കോടിക്കൽക്കാരൊരു സന്തോഷേ. എല്ലാരും എല്ലാരും മനസ്സിൽ ആഗ്രഹിച്ചത് അതാ. പഠിച്ചോനെ ഞങ്ങൾക്കാവല്ലേ പ്രശ്നം, ഞങ്ങൾക്കാവല്ലേ പ്രശ്നം അല്ലേ? അതൊരു നമുക്ക് സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചിന്തയാണല്ലേ. ഇവിടെ ആർക്കാ ചെവിയേൽക്കാത്തത്? ആർക്കാ ചെവിക്ക് പ്രശ്നമുള്ളത്? മൂപ്പർക്കാണ്. ഭർത്താവിനാണ് ചെവി ഏൽക്കാത്തത്. പക്ഷേ ഭർത്താവ് മനസ്സിലാക്കിയത് എന്താ? ഓക്ക് ചെവി ഏൽക്കൂലെന്ന്. ഇത് തന്നെയാണ് ഒട്ടുമിക്ക കുടുംബങ്ങളിലെയും പ്രശ്നം. ഞാനെന്താ പെർഫെക്റ്റാ, ഞാൻ എന്താണ് 100% പെർഫെക്റ്റാ. പക്ഷെ എന്റെ ചുറ്റുമുള്ളവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഓള് ശരിയല്ല, ഓന് ശരിയല്ല, 36 പിന്നെ നോക്കന്നെ വേണ്ട, അടുപ്പിക്കാൻ പറ്റൂല. അപ്പൊ ഞാനാരാ? പെർഫെക്റ്റ്. ഓക്കെ, 100-ല് 100 മാർക്കാ. പക്ഷെ ഉണ്ടല്ലോ 100-ല് 100 മാർക്കുള്ള ആരെങ്കിലും ഭൂമിയിലുണ്ടോ? നമ്മള് മനുഷ്യന്മാരാണ്. മജ്ജയും മാംസവും വികാര വിചാരങ്ങളും ഉള്ള പച്ചയായ മനുഷ്യര്. നമുക്ക് നമ്മുടേതായ കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ വേദഗ്രന്ഥമാകുന്ന പരിശുദ്ധ ഖുർആനില് ഏറ്റവും കൂടുതൽ ആരാധനാ കർമ്മങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയുന്നത് ഒരു മനുഷ്യൻ എങ്ങനെ പെരുമാറണം എന്നാണ്, ഒരു മനുഷ്യൻ എങ്ങനെ ഇടപെടണമെന്നാണ്.
ഒരു മനുഷ്യൻ എങ്ങനെ ഇടപഴകണമെന്നാണ്. രണ്ട് മനുഷ്യന്മാർക്കിടയിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ. അത് തന്നെയാണ് ഒരു മനുഷ്യന്റെ മാനസിക ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത്. ഏറ്റവും നന്നായി പെരുമാറുന്നവൻ, ഏറ്റവും നന്നായി ഇടപെടുന്നവൻ, ഏറ്റവും നന്നായി ഇടപഴകുന്നവൻ തന്നെയാണ് ഏറ്റവും നല്ല മനസ്സുള്ളവനും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഓള് നന്നാക്കണേന് പകരം, ഓനെ നന്നാക്കണേന് പകരം ഞാനൊന്ന് നന്നായി നോക്കാണേ. നമ്മൾ ഓരോരുത്തരും ഈ കൂടിയിരിക്കുന്ന ജനസാഗരം മുഴുവൻ അങ്ങോട്ട് നന്നായാണ്ടല്ലോ നമ്മൾ ഈ നാടിന് നന്നായി. എസ്പെഷ്യലി പെണ്ണുങ്ങളോടാ എല്ലാരും നന്നാവാൻ പറയണത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു സ്ത്രീ നന്നായാല്, ഒരു പെണ്ണ് നന്നായാല് ഒരു കുടുംബം മുഴുവൻ നന്നാവാണ്. അതിലൂടെ ആ നാടും ആ രാജ്യവും ലോകം മുഴുവനായും നന്നാവുകയാണ്. ഇതേ കാര്യം തന്നെയാണ് മഹാത്മാഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും നെപ്പോളിയനും APJ അബ്ദുൽ കലാമും ഇങ്ങനെ തുടങ്ങി പ്രഗത്ഭരായ ഓരോ മനുഷ്യരും നമ്മൾ പെണ്ണുങ്ങളോട് പറയുന്നത് നമ്മൾ നന്നാവാനാണ് അല്ലേ, നമ്മളോട് നന്നാവാനാണ്. നമ്മളൊരു പ്രാധാന്യം എത്ര ഇമ്പോർട്ടന്റ് ആണെന്നറിയോ നമ്മള്. അവിടെയാണ് കുടുംബ ബന്ധം എത്രയേറെ ഊഷ്മളമാക്കണം എന്നതിന്റെ പ്രാധാന്യം കടന്നുറങ്ങുന്നത്. നമുക്കറിയാം, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും തുടങ്ങുന്ന മനോഹരമായ ബന്ധമാണ് കുടുംബം അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത്. അത് എത്രയേറെ മനോഹരമാണോ. നമുക്കറിയാം, നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനോ ആഹ്ലാദിക്കുവാനോ സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറയുന്നത്. എന്നാല് ഖുർആൻ ആനന്ദവും ആഹ്ലാദവും സംതൃപ്തിയുമാണ് നമുക്ക് വാഗ്ദാനം നൽകുന്നത് എങ്കിൽ എല്ലാ മതങ്ങളും എല്ലാ മതവിശ്വാസങ്ങളും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒന്ന് തന്നെയാണ് വിവാഹം എന്ന് പറയുന്നത്. ബൈബിളിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തു താൻ കുടിയിരിക്കുന്ന തന്റെ ചർച്ചിനെ എത്രയേറെ സ്നേഹിക്കുന്നുണ്ടോ അത്രയേറെ ഇണകൾ പരസ്പരം സ്നേഹിക്കുമാറാവട്ടെ എന്നാണ് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദു മിത്തോളജി പ്രകാരം ഒരിക്കൽ ശ്രീകൃഷ്ണന് ലക്ഷ്മി ദേവി കുടിക്കാൻ വേണ്ടിയിട്ട് തിളച്ച പാല് കൊടുക്കുക. ഈ പാല് കുടിച്ച അവസരത്തിൽ തന്നെ ശ്രീകൃഷ്ണൻ ഉരുകിയില്ലാതെ ആവാണ്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ടവൻ, തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ, തന്റെ ഇണ, തന്റെ നല്ല പാതി ഉരുകിയില്ലാതെ ആകുന്ന സങ്കടം സഹിക്കവയ്യാതെ രാധയും ഉരുകിയില്ലാതെയാവുകയാണ്. ഇവിടെ എല്ലാ മതങ്ങളും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് വിവാഹം എന്ന് പറയുന്നത്, വിവാഹ ജീവിതം എന്ന് പറയുന്നത്. അതിനുള്ളിലെ ഊഷ്മളത എത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് മെഡിക്കൽ സയൻസ് വീണ്ടും പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മാനസിക ആരോഗ്യ, മാനസികമായ രോഗങ്ങൾ അനുഭവിക്കുന്നവര്, അതില് 75% ആളുകളുടെയും രോഗകാരണം ബന്ധങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്ന ശിഥിലതയാണ്. ബന്ധങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്ന പൊട്ടലും ചീറ്റലുമാണ്. ബന്ധങ്ങൾ ഇങ്ങനെ ആടി ഒലഞ്ഞിട്ടാണ്. അത് തമ്മിൽ ദൃഢതയില്ല, അത് തമ്മില് കാഠിന്യം വളരെ കുറവാണ് എങ്കിൽ തീർച്ചയായും നമ്മൾ എല്ലാവരും മാനസിക രോഗികളാണ്. അതുകൊണ്ട് തന്നെ ഊഷ്മളതയുള്ളതായി മാറുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദിവ്യ പ്രണയം, ഏറ്റവും ദിവ്യമായ ഒരിക്കലും അവസാനിക്കാത്ത പ്രണയം തുടങ്ങേണ്ടത് എവിടുന്നറിയോ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിന്നാ അല്ലെ? പലതരത്തിലുള്ള പ്രണയങ്ങളും ഒരുപക്ഷെ ക്ലിനിക്കില് ദിവസവും വിവിധ തരത്തിലുള്ള പ്രണയ കഥകൾ കേട്ട് 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 മടുക്കുന്ന ആളാണ് ഞാൻ. അത്രയേറെ പ്രണയ കഥകൾ വരും. ആരെ കൊണ്ടുവരാ? ഉമ്മയും വാപ്പയല്ലേ അല്ലേ? ഉമ്മയും വാപ്പയാണ് കൊണ്ടുവരാ. ആരെ കൊണ്ടുവരുന്നത്? ആരെയാണ് ഇയാളെ കൊണ്ടുവരുന്നത്? നാട്ടുകാരെ കൊണ്ടുവരില്ലല്ലോ. സ്വന്തം മക്കളെ നമ്മള് പ്രസവിച്ച് വളർത്തി വലുതാക്കുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മളെ പിഞ്ചു മക്കളെയും കൊണ്ട്, നമുക്ക് എന്ത് മക്കൾ നമ്മളെ പിഞ്ചു കുട്ടികളാ അല്ലെ? നമ്മളെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരികയാണ് എന്തിന്? പ്രേമത്തിൽ നിന്ന് ഒഴിവാക്കാനേ. പ്രേമത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട് അവരാഗ്രഹിക്കുന്ന വിവാഹത്തിലേക്ക് മക്കൾ എത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും. അപ്പൊ വിവിധ തരത്തിലുള്ള കഥകള്, ചില കഥകളൊക്കെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പിന്നെ സുഹറയേക്കാളും മജീദിനേക്കാളും മനോഹരമായ പ്രണയ കഥകളായിരിക്കും
അല്ലെ? ഷേക്സ്പിയറിന്റെ ക്ലിയോപാട്ര, അതുപോലെ സീസർ, നിങ്ങളൊക്കെ വായിക്കുന്നവരല്ലേ? ഈ പ്രണയ കഥകളൊക്കെ വായിച്ചവരാ നിങ്ങളൊക്കെ. സീസറും ക്ലിയോപാട്രയും തമ്മിലുള്ള മനോഹരമായ പ്രണയ കഥകള്. ബദറുൽ മുനീറും ഹുസ്നുൽ ജമാലും തമ്മിലുള്ള മനോഹരമായ കഥ. അറബി ചരിത്രത്തിലെ ലൈലയും മജ്നുവും, ഇതൊക്കെ നമ്മൾ കേട്ട പ്രണയ കഥകളാണ്. സാഹിത്യ ലോകം നമുക്ക് വേണ്ടി സമ്മാനിച്ച മനോഹരമായ കഥകളാണ്. പക്ഷെ ഉണ്ടല്ലോ, പവിത്രമായ പ്രണയ കഥ നമുക്ക് മുമ്പിലുണ്ട്. അതാരുടെയെന്നറിയോ? പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ പ്രണയ കഥ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 15 വയസ്സ് വ്യത്യാസമുണ്ട്. 15 വയസ്സ് പ്രവാചകനേക്കാളും മൂത്തതായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. പക്ഷേ സമ്പത്ത് കൊണ്ട് മാത്രമല്ല അവർ സമ്പന്നയായത്, സ്നേഹമുള്ള ഹൃദയം കൊണ്ടുകൂടി സമ്പന്നയായിരുന്നു ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. നബൂവത്ത് ലഭിച്ച് ഭയവിഹ്വലനായിക്കൊണ്ട് മലമുകളിൽ നിന്നും ഇറങ്ങി ഓടാണ്. താഴ്വരയിൽ ഒരുപാടേറെ ആളുകൾ തന്നെ കാത്തിരിക്കുന്നുണ്ട്. തന്നെ സമാധാനിപ്പിക്കാൻ, തന്നെ ആശ്വസിപ്പിക്കാൻ എത്രയോ ആളുകളുണ്ട്. പക്ഷേ പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയത് എങ്ങോട്ടാ? തന്റെ പ്രിയപ്പെട്ടവൾ, തന്റെ പ്രിയ പത്നി ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്കാണ് ഓടിച്ചെന്നത്. എന്താ പറയുന്നത്? ജമ്മിലൂനി, എന്നെ മൂട്, നിന്റെ സ്നേഹം കൊണ്ട് നീ എന്നെ മൂടി പുതപ്പിക്കുക എന്ന വാക്കുകളുമായിട്ട് ഓടി ചെല്ലുന്നത് തന്റെ പ്രിയപ്പെട്ടവരുടെ അരികിലേക്കാണ്. ശത്രുക്കൾ എല്ലാവരും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റപ്പെടുത്തിയപ്പോഴും കൂടെ താങ്ങും തണലുമായി ചേർത്ത് നിർത്തിയവൾ ബീവി ഖദീജ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഖദീജ ബീവിയോട് എനിക്ക് പലപ്പോഴും അസൂയ തോന്നാറുണ്ടായിരുന്നു എന്ന്. എനിക്ക് പലപ്പോഴും ബീവി ഖദീജയോട് അസൂയ തോന്നാറുണ്ടായിരുന്നു. പ്രവാചകനോട് ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? ഇടയ്ക്കിടെ പ്രവാചകൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാർക്ക് ആടിനെ അറുത്ത സമ്മാനം കൊടുത്തയക്കുമായിരുന്നു. ഇത് കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറ്, അവൾ അങ്ങനെയെല്ലാം ഒക്കെ ആയിരുന്നു എന്നാണ്. അവൾ അങ്ങനെയെല്ലാം ഒക്കെ ആയിരുന്നു. നമ്മൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈ വെച്ചിട്ടൊന്നും ചോദിക്കുക നമ്മളോട് തന്നെ, എന്ത് ഇപ്പൊ അങ്ങോട്ട് മരിച്ചാല് നമ്മളെ, ഞാനും നിങ്ങളൊക്കെ ഈ മൈക്ക് പിടിച്ചിങ്ങനെ നിൽക്കണതിനിടയിൽ ഞാൻ അങ്ങോട്ട് മരിച്ചു വീണാല് എന്റെ നൗഷാദക്ക ആലോചിക്കുവോ എനിക്ക് അവൾ ഇങ്ങനെയെല്ലാം ഒക്കെ ആയിരുന്നു എന്ന് ആലോചിക്കുമോ എന്ന് ഞാൻ ആലോചിക്കണം. ആലോചിച്ചാൽ മാത്രം മതിയോ? പ്രവർത്തിക്കും വേണ്ടേ? അല്ലാണ്ട് 24 മണിക്കൂർ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യണ്ടാ? ഇല്ല അല്ലേ? മൂപ്പർക്ക് അതങ്ങോട്ട് അനുഭവപ്പെടണം. അനുഭവപ്പെട്ടിട്ടേ കാര്യമുള്ളൂ. പഠിച്ചോനെ അവിടെ വണ്ടിയിൽ ഇരിക്കുന്നത് പണി പോയി ചോദിച്ചോക്കട്ടാ. അപ്പൊ മൂപ്പർക്ക് അനുഭവപ്പെടണം. അതിനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതായിരുന്നു ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. പിന്നീട് ആയിഷ ബീവി, പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സംഭവിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ബീവി ആയിഷയുടെ മടിയിലാണ് കിടക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലാണ് ഹബീബ് കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്നത്. അപ്പോ ആയിഷയുടെ സഹോദരൻ വരുന്നുണ്ട്, അബ്ദുറഹ്മാൻ. അങ്ങനെ അവര് വരുമ്പോ അവരുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. ബീവിക്ക് അറിയാം എന്താ, പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മിസ്വാക്ക് ഭയങ്കര ഇഷ്ടാ. ആയിഷ ബീവി ചോദിക്കുകയാണ് തന്റെ സഹോദരനോട് ആ മിസ്വാക്ക്. അങ്ങനെ മിസ്വാക്ക് വാങ്ങി തന്റെ പല്ലുകൾ കൊണ്ട് കടിച്ച് ചമച്ച് ആ മിസ്വാക്കിനെ മൃദുലമാക്കി മാറ്റിയതിനു ശേഷം പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹബീബിന്റെ പല്ലുകൾ അതുകൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്, അതുകൊണ്ട് വൃത്തിയാക്കി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവൾ ബീവി എഴുതുന്നുണ്ട്, എന്താണെന്നറിയോ പറയുന്നത്? അവസാന നിമിഷത്തിലും മരിക്കുമ്പോഴും പ്രവാചകന്റെ പ്രിയപ്പെട്ടവന്റെ, എന്റെ ഹബീബിന്റെ ഉമിനീരുമായി എന്റെ ഉമിനീർ കൂടി കലരാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് അവിടെ ആ മടിയിൽ കടന്നുകൊണ്ട് മരണപ്പെടുകയാണ് പ്രിയപ്പെട്ട ഹബീബ് കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇതാണ് സ്നേഹം. രാത്രി ഒരുമിച്ച് അവർ രണ്ടുപേരും കൈ കോർത്ത്, കൈയിനിടയിലൂടെ കൈ ഇങ്ങനെ കോർത്ത് വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഒരുപാടേറെ ദൂരം അവരൊറ്റയ്ക്ക് നടക്കുമായിരുന്നു. എത്ര കാലമായി ഇയാളെ നിങ്ങൾ രണ്ടാളും ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞിട്ട്? ഒറ്റയ്ക്ക്. കുട്ടികൾ ഉണ്ടാവരുത്, ഉമ്മയും വാപ്പയും ഉണ്ടാവരുത്, ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഭാര്യയോട് സംസാരിച്ചിട്ട്, സംസാരമാണ് ഉദ്ദേശിക്കുന്നത്, സംസാരിച്ചിട്ട് എത്ര കാലായി?
നമ്മൾ ആലോചിക്കണം. എപ്പോഴാണ് മരണം എന്നെ പുൽകുന്നത് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പറയാൻ പലതും ബാക്കി വെച്ച്, പറയാതെ പലതും മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോ എങ്ങനെയാ മൂപ്പര് പറയാ, ഓൾ എനിക്ക് അങ്ങനെയൊക്കെ ആയിനെന്ന് പറയോ? അവൾ എനിക്ക് അങ്ങനെയെല്ലാം ഒക്കെ ആയിരുന്നു എന്ന് പറയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവന് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവൾ തന്നെയാവണം. അവന്റെ എല്ലാ അവസ്ഥയിലും ചേർന്ന് നിൽക്കുന്നവളാവണം. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ വസ്ത്രത്തിനോടാ ഉപമിച്ചിട്ടുള്ളത്. ഇണകളെ പരസ്പരം വസ്ത്രത്തിനോടാ ഉപമിച്ചത്. എന്താ വസ്ത്രം? എന്താ? നിങ്ങളൊക്കെ സുന്ദരികളായി വന്നിട്ടുണ്ടല്ലേ എന്റെ മുമ്പിൽ. വളരെ മനോഹരമായി വസ്ത്രമൊക്കെ ധരിച്ച് സുന്ദരികളായി വന്നിരിക്കുന്നവരെല്ലാരും എന്ത് ചെയ്യും? നമ്മളുടെ ന്യൂനത മറക്കാൻ മാത്രമായിരുന്നു എങ്കില് ഒരു പുതപ്പെടുത്ത് പൊറച്ചാ മതി ഇല്ലേ? നമ്മൾ അങ്ങനെയല്ല. മനോഹരമായി വസ്ത്രം ധരിക്കുന്നത് എന്തിനാ? അതെന്റെ ഭംഗിയാണ്. എന്റെ വസ്ത്രം എന്റെ ഭംഗിയാണ്, എന്റെ അലങ്കാരമാണ്. അത് എന്റെ ന്യൂനതകൾ മറച്ചു വെക്കുന്നത് കൂടിയാണ്. എന്റെ ന്യൂനതകൾ മറച്ചു വെക്കുന്നത് കൂടിയാണ്. ചില ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ക്ലിനിക്കിൽ വരുമ്പോഴേ അത്ഭുതപ്പെട്ടു. ഇയാളെ കുറിച്ചുള്ള, ഈ പുയ്യാപ്പിളനെ കുറിച്ചുള്ള സകല പരാതികളും ഈ പെണ്ണിന്റെ വല്യമ്മ, വല്യാപ്പ, അമ്മായിമ്മ മുതൽ സകല മനുഷ്യന്മാർക്ക് അറിയുണ്ടാവും. ആ പെണ്ണിന്റെ നാട്ടിലെ അയൽവക്കക്കാർക്ക് പോലും അറിയുന്നുണ്ടാവും ഇയാൾ ഇത്തരത്തിലുള്ള ആളാണെന്ന്. അതുപോലെ പെണ്ണിനെ കുറിച്ചുള്ള ന്യൂനതകള്, പെണ്ണിനെ കുറിച്ചുള്ള പരാതികള് പുയ്യാപ്പിളന്റെ പുറത്തെ സകല മനുഷ്യന്മാര്, കല്യാണത്തിന് കൂടി ആളുകൾ മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവും എന്തൊക്കെ ന്യൂനതകളുണ്ട് വെക്കുന്നത്. ഇതെന്തുണ്ടാ? കാരണം എന്താ? നമ്മളെ ബെഡ്റൂമിൽ അവസാനിക്കേണ്ട പ്രശ്നങ്ങള് എന്തുകൊണ്ടാ ബെഡ്റൂമിൽ നിന്ന് പുറത്തു വരുന്നത്? എന്തുകൊണ്ടാ വീടൊന്നും പുറത്തു പോണത്? വസ്ത്രമായി കാണുന്നില്ല. പരിശുദ്ധ ഖുർആനിലെ മവജ്ജത്ത് എന്ന് പറയുന്ന പ്രണയമാണ് പറയുന്നത്. സീസറിനെയും ക്ലിയോപാട്രയുടെയും പ്രണയം മാത്രം പഠിച്ചാൽ പോരാ. പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരുന്ന മനോഹരമായ ആ പ്രണയം ഉണ്ടല്ലോ, അതാണ് ദിവ്യ പ്രണയം. അതാണ് നിലനിൽക്കുന്ന പ്രണയം. അതാണ് പരിശുദ്ധമാക്കപ്പെട്ട പ്രണയം എന്ന് പറയുന്നത്. അത് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഇങ്ങോട്ട് ആലോചിക്കാൻ പറ്റണില്ല, ചിന്തിക്കാൻ പറ്റണില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ദിവസവും ക്ലിനിക്കിൽ ഒരു കേസെങ്കിലും വരും. എന്തെന്നറിയോ? വിവാഹ ശേഷമുള്ള പ്രണയം. അത് നല്ലതല്ലേ? അല്ലേ? വിവാഹശേഷം പ്രണയിക്കണത് നല്ലതല്ലേ ഇയാളെ? എന്തെങ്കിലൊന്നും ഉണ്ടാത്തേ ആരേന്നോ? ഓ, അതാണ് നിങ്ങളെ ചോദ്യം. അതാട്ടോ ആരൊന്നും ഉണ്ടാത്തെ. ആരേന്നും ഇവിടെ വ്യക്താക്കി കൊണ്ടാന്ന്. സ്വന്തം ഭാര്യനെ അല്ലെങ്കിൽ ഭർത്താവിനെ. പക്ഷെ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസേ എനിക്ക് ഗൾഫിൽ നിന്നൊരു കോള് വരികയാണ്. സാധാരണ ഗൾഫ് കോള് കാണുമ്പോ ഞാൻ അറ്റൻഡ് ചെയ്യലില്ല. കണക്ഷൻ കൊടുത്തിട്ട് ക്ലിനിക്കിലേക്കാണ് ആ കോള് പോവാറുള്ളത്. അന്ന് എന്തോ എനിക്ക് അറ്റൻഡ് ചെയ്യണം തോന്നി. അത് അറ്റൻഡ് ചെയ്തപ്പോ ഡോക്ടർ ഓർമ്മയില്ലേന്ന് ചോദിച്ചിന്റെ അടുത്ത്. അപ്പോ സൗണ്ട് വെച്ചിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റൂലല്ലോ ചിലപ്പോഴൊക്കെ. ഓർത്തെടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും അവന്റെ ശബ്ദം ഇങ്ങനെ ഇടർന്നുണ്ടായിരുന്നു. ശബ്ദം ഇടറിയിട്ട് ആ ചെക്കൻ എൻ്റെ അടുത്ത് പറയാണ്, ഡോക്ടറെ ഓള് വേറൊരാളെ ഇറങ്ങിപ്പോയിട്ടോ എന്ന്. അപ്പോഴാണ് 1.5 വർഷം മുമ്പ് എന്റെ ക്ലിനിക്കിൽ ഉണ്ടായ ആ അനുഭവം ഞാൻ ഓർത്തെടുക്കുന്നത്. 1.5 വർഷം മുമ്പെയാണ് ഇവനും ഈ വിളിച്ച ഈ ചെക്കനും അവന്റെ ഭാര്യയും ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വരിക. അന്ന് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടുണ്ട്. അപ്പോ ഇവര് പരാതി പറഞ്ഞു തുടങ്ങുകയാണ്. ഇങ്ങനെയാണ്, ആദ്യത്തെ 1 വർഷമൊക്കെ ഭയങ്കര രസമായിരുന്നു, നല്ല സ്നേഹത്തില് ഭയങ്കര ഇണക്കത്തിലൊക്കെ ആയിരുന്നു അവർ രണ്ടുപേരും ഉണ്ടായിരുന്നത്. 1 വർഷം കഴിഞ്ഞപ്പോ അവളില് ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അവൾക്ക് അവൻ അംഗീകരിക്കാനേ പറ്റുന്നില്ല. അവന് ഒരു തരത്തിലും സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഒരു ഇണ തന്റെ ഇണയ്ക്ക് നൽകേണ്ട ഒരു പരിഗണനയും അവളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് കൗൺസിലിങ്ങിന് വരുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഏറെ പരാതികളോട് പറഞ്ഞു. അവൻ അവളെ അടിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്, സ്നേഹിക്കുന്നില്ല, അവൾ ആഗ്രഹിക്കുന്ന പരിഗണനകളൊന്നും കൊടുക്കുന്നില്ല, അവളുടെ ആഗ്രഹങ്ങൾക്കൊന്നും നിന്നു കൊടുക്കുന്നില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ പരാതികളുണ്ട്. അവന് ഈ പയ്യന് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള പരാതി പറയുമ്പോ ഇതൊക്കെ അവനോ അല്ലെങ്കിൽ അവന്റെ കുടുംബമോ അവളുടെ കുടുംബമോ അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവരിതൊക്കെ കാണുന്നവരാ. ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ഈ കുടുംബവും അതുപോലെ അവനൊക്കെ അറിയുന്നുണ്ട്.
ഈ കുട്ടി പറയുന്ന പരാതികളൊന്നും ഇവർ അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും പ്രശ്നം സോൾവ് ആവണം, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന ആഗ്രഹം കൊണ്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് പറഞ്ഞിട്ട് അവര് മടങ്ങാണ്. 4 മാസം അവന് കാത്തിരുന്നു, അവൾ ഓക്കെ ആവും, അവള് ശരിയാവും എന്ന് വിചാരിച്ചിട്ട് ക്ഷമയോടെ കാത്തിരിക്കാണ് 27 വയസ്സായ പയ്യൻ. 4 മാസത്തിന് ശേഷം അവര് വീണ്ടും ക്ലിനിക്കിൽ വന്നു. ഒരു മാറ്റമില്ല. ഈ 4 മാസവും അവളുടെ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും അവളുടെ എല്ലാ ആഗ്രഹങ്ങളും യാതൊരു എതിരും പ്രകടിപ്പിക്കാതെ, ഒരു എതിരും പറയാതെ എല്ലാം ചെയ്തു കൊടുത്ത് എല്ലാത്തിനും അംഗീകാരം നൽകിക്കൊണ്ടാണ് അവർ കഴിച്ചു കൂട്ടിയത്. പക്ഷേ എന്നിട്ടും അവൾ ഓക്കെ ആവുന്നില്ല. ക്ലിനിക്കിൽ വന്നപ്പോ ഈ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഡയഗ്നോസിസ് ഉണ്ടാവുമല്ലോ. ഞാൻ എന്റെ ഡയഗ്നോസിസ് എന്താണ് അവളുടെ കാര്യം എന്നുള്ളത് അവന്റെ അടുത്ത് പറഞ്ഞു. അവൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടോ, അവൾക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ആ ചോദ്യം മുഴുവനാക്കാൻ ആ പയ്യൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 1.5 വർഷം മുമ്പേ നടന്ന സംഭവമാണെങ്കിലും ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ആ രംഗം. എന്നെ ആ ചോദ്യം മുഴുവനാക്കാൻ അവൻ അനുവദിച്ചിട്ടില്ല. അവൻ പറയാണ്, ഡോക്ടർ ഒരിക്കലും ഇല്ല, നിങ്ങൾ അങ്ങനെ പറയരുത്, ഓള് എന്നെ ചതിക്കൂല, ഓള് എന്നെ ചതിക്കൂല, എനിക്ക് ഓൾ അത്ര ഇഷ്ടാണ്, ഓൾ എന്നെ ചതിക്കൂല, ഓൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂല, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്, അത് നിങ്ങളെ തോന്നലാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഡയഗ്നോസിസ് തെറ്റിയതാണ്, ഓക്ക് എന്തോ രോഗ ഡോക്ടറെ, ഓക്ക് എന്തോ മാനസിക രോഗമുണ്ട്, നിങ്ങൾ മരുന്ന് കൊടുത്താളേ. അങ്ങനെ അവന്റെ സമാധാനത്തിന് ഞാൻ മരുന്നൊക്കെ എഴുതി കൊടുത്തു വിടുകയാണ്, പറഞ്ഞയക്കാണ്. കുറേയേറെ വീണ്ടും എന്തെല്ലാം മാറ്റങ്ങളാണ് എനിക്ക് വരേണ്ടത് എന്ന് അവൻ തന്നെ ചോദിച്ച് മനസ്സിലാക്കി പോവാണ് അവര്. അതിനുശേഷം 1.5 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് അവൻ എന്നെ വിളിക്കുന്നത്. അവള് മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയി. കഴിഞ്ഞ 3 വർഷമായിട്ട് എന്നാണോ അവളിൽ ഈ മാറ്റം കണ്ടു തുടങ്ങിയത്, അന്ന് മുതൽ അവള് മറ്റൊരാളുമായി പ്രണയത്തിലാണ്. അവന്റെ കൂടെ ഒരു കത്ത് എഴുതി വെച്ചിട്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ്, അവളുടെ പ്രേമകഥ ഒരു മെസ്സേജ് ആക്കി അങ്ങനെ സെൻഡ് ചെയ്തിട്ട് അവൾ ഇറങ്ങി പോവാ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ ഇതൊരു കേസൊന്നുമല്ല, ഒരു അനുഭവമൊന്നുമല്ല. ഇതുപോലെയുള്ള ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിരവധി കേസുകൾ ആ ക്ലിനിക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് യഥാർത്ഥ പ്രണയത്തെ വിവാഹ ബന്ധത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല? പുതിയത് കാണുമ്പോ പഴയതിനോട് തോന്നുന്ന ഒരു തരം മടുപ്പ്. ഇത് പുതിയതിനെ കാണുമ്പോഴേ പഴയതിനോട് തോന്നുന്ന ഒരു തരം മടുപ്പ്, അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളടുത്തൊക്കെ മൊബൈൽ ഫോൺ ഇല്ലേ? എത്ര ഉണ്ടെന്നാ? അതന്നെ ഉണ്ടല്ലോ അല്ലെ, 2-3 ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ മൊബൈൽ ഫോണ് നമ്മളെടുത്ത് ഐഫോൺ ഉള്ള ആളുകളാന്ന് വിചാരിച്ചോളൂ. ഐഫോണുള്ള ആളുകള് ഐഫോണിന്റെ പുതിയ വേർഷൻ ഇറങ്ങുമ്പോ നമ്മളെ വേർഷൻ എന്തായി? ഓൾഡായി. നമ്മളെ വേർഷൻ എന്തായി? പഴയതായി. അപ്പൊ പുതിയത് ഇറങ്ങി മാർക്കറ്റിൽ ഇറങ്ങി എന്നൊക്കെ കാണുമ്പോ, അല്ലെങ്കിൽ അതിന്റെ പരസ്യമൊക്കെ കണ്ടു കഴിയുമ്പോ അന്ന് രാത്രി തന്നെ നമ്മളെ ഫോണ് ഹാങ് ആവാൻ തുടങ്ങും അല്ലേ? അല്ലെങ്കിൽ അതിന്റെ മെമ്മറി തീരും. നക്കിയിട്ടും നിങ്ങളും ഇല്ല, മെമ്മറി ഇല്ല, ഹാങ് ആവുക, വക്കൊക്കെ അപ്പൊ പൊട്ടുണ്ടോ കാണാത്ത പൊട്ടുകളൊക്കെ ഉണ്ടാവും വക്കത്തൊക്കെ. വക്ക് നമുക്ക് മനസ്സിലായില്ലേ? ഫോണിന്റെ കോർണറിലൊക്കെ ഉണ്ടാവും പൊട്ടലുകളൊക്കെ. പിന്നെ ഫോണ് കയ്യിൽ നിന്ന് വീണാലും പ്രശ്നമില്ല, വെള്ളത്തിലിട്ടാലും പ്രശ്നമില്ല, ഇടൂലല്ലോ, വെള്ളത്തിൽ വീണാലും പ്രശ്നമില്ല അല്ലേ? കുട്ടികളെടുത്ത് കളിക്കാൻ കൊടുത്താലും പ്രശ്നമില്ല, അമ്മാനാടിയാലും പ്രശ്നമില്ല, ഇപ്പൊ പട്ടിനെറിഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താ? പുതിയ വേർഷൻ മാർക്കറ്റിൽ ഇറങ്ങിയേക്കണേ, അതെങ്ങനെയെങ്കിലും വാങ്ങണല്ലോ. അപ്പൊ പുതിയതിനെ കാണുമ്പോ പഴയതിനോട് തോന്നുന്ന ഒരു തരം മടുപ്പുണ്ട്, അല്ലെങ്കിൽ പഴയതിൽ കണ്ടെത്താൻ ശ്രമിക്കുന്ന പരാതികളും പ്രശ്നങ്ങളും ഉണ്ട്. ഇത് ആണിനോടും പെണ്ണിനോടും ഒക്കെ ആട്ടോ പറയണത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. സ്നേഹം എന്ന് പറയുന്നത് മവദ്ദത്ത് എന്ന വാക്കിനോടാ പരിശുദ്ധ ഖുർആനിൽ ഉപമിച്ചിട്ടുള്ളത്. എല്ലാരുടെ അടുത്തേക്ക് എത്തൂട്ടാ, പഠിച്ചോൻ എന്റെ അടുത്തേക്ക് വരൂലേ എന്നുള്ള ബേജാർ ആർക്കും വേണ്ട, എല്ലാവർക്കും കൊടുക്കാനില്ലേ, എന്റെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോ ഈ മവദ്ദത്ത് എന്ന് പറയുന്ന വാക്കാണ് വിവാഹത്തിലൂടെ ആണിനും പെണ്ണിനും ഉള്ളിൽ ഉണ്ടാവേണ്ടത്. ഇത് എപ്പോഴാണോ നശിക്കുന്നത് അപ്പൊ തുടങ്ങുകയാണ് വീട്ടിലെ പ്രശ്നങ്ങള്.
അപ്പൊ തുടങ്ങാണ് വീട്ടിലെ പരിഭവങ്ങള്. ഇത് എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൽ പ്രകടമാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ മക്കളിലൂടെയാണ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളിലൂടെയാണ്. പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇണക്കങ്ങൾക്കൊടുവില് ആരാണോ ആദ്യം ഇണങ്ങുന്നത്, പിണക്കങ്ങൾക്കൊടുവില് ആരാണോ ആദ്യം ഇണങ്ങുന്നത് അയാളാണ് നിങ്ങളിൽ ഏറ്റവും മികച്ചവൻ. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പിണക്കുണ്ടാവോ? അപ്പോ നിങ്ങൾ പിണങ്ങലെന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൗൺസിലിങ്ങിന് വരണട്ടാ. ഹലോ, മാപ്പിളയും പെണ്ണുങ്ങളും തമ്മിൽ പിണങ്ങാറേ ഇല്ല എന്ന് വിചാരിക്കുക. നാളെ തന്നെ നിങ്ങൾ ക്ലിനിക്കിൽ എത്തിക്കോളി. 8086888588 ഉണ്ട്. വിളിക്കുക, അപ്പോയിന്റ്മെന്റ് എടുക്കുക, വരിക. പ്രശ്നങ്ങളില്ലേ എന്നാ നിങ്ങളെ ഫോണൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. മൊബൈൽ ഫോണ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഇസ്ലാം പറയുന്നത് വരെ എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ? കാരണം മനുഷ്യന്മാരല്ലേ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? പക്ഷേ ആ പ്രശ്നങ്ങൾക്കൊടുവില് ആരാണ് ആദ്യം ഇണങ്ങുന്നത്, അയാളാണ് ഏറ്റവും ഉത്തമൻ എന്നാ പറയണത്. ആരാണ് നമ്മളെ പുരയിൽ ആദ്യം ഉണ്ടല്? ആരാ ഉണ്ടല്? മൂപ്പരല്ലേ? നമ്മളാ ആണല്ലേ? നമ്മള് പോയിട്ട് തന്നെ മുണ്ടണം. മുണ്ടിയിട്ടില്ലേ അത് ദിവസങ്ങളോ നീളും, ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ആ പിണക്കം അങ്ങനെ അങ്ങ് നീണ്ടുപോകും. എന്തിന്റെ പേരിലാ? ഫാന് സ്പീഡ് ഉറക്കാൻ പറഞ്ഞതിന്റെ പേരില് അല്ലേ? ഫാന്റെ സ്പീഡ് ഉറക്കാൻ മിക്ക പുരകളിലും ഉണ്ടാവുന്ന ഒരു പ്രശ്നം. പ്രായമായൊരു വല്യപ്പയും കൗൺസിലിംഗിന് വന്നിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു. ഇത്ര പ്രായമായ ഇവർക്ക് എന്തിനാ കൗൺസിലിംഗിന് വരുന്നതെന്ന് ആലോചിച്ച് നോക്കി ഞാൻ. അപ്പൊ മരുക്കളൊക്കെ കൂടെ പിടിച്ചു കൊണ്ടുവന്നതാ. എന്താ പ്രശ്നം എന്നറിയോ? ഉമ്മാക്ക് ഫാൻ ഇടാൻ പറ്റൂല, വാപ്പാക്ക് ഫാൻ ഇല്ലാതെ കിടക്കാനും വെക്കൂല. ഉമ്മാക്ക് ഫാന് പറ്റൂല, വാപ്പാക്ക് ഫാൻ ഇല്ലാണ്ട് ഉറക്കവും വരൂല. നല്ല പ്രായമുണ്ട്. പക്ഷെ മക്കളെ ശ്രമിച്ചു നോക്കി. എന്നാ രണ്ടാള് 2 റൂം കടന്നോട്ടെ, കിടക്കുവോ? 2 റൂമിൽ കിടക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി ഓരോ സ്നേഹം ഇല്ലേ? ഓരോ സ്നേഹങ്ങളെന്ന് ആലോചിച്ച് നോക്കാണ്. രണ്ടാളും 2 റൂമിൽ കിടക്കൂല, 2 കട്ടിൽ വലും കൂടി കിടക്കൂല. എന്നാ പിന്നെ ടേബിൾ ഫാൻ വെച്ചുകൊടുത്താൽ മതിയല്ലോ ഒരാൾക്ക്. അതും പറ്റൂല, ഒരു കട്ടിൽമ തന്നെ കിടക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൽ സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെ കിടന്നുറങ്ങി മരിച്ചവളാണെങ്കിലേ ഹബീബ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഭർത്താവിന്റെ സംതൃപ്തിയോടെ മരണപ്പെട്ടവളാണ് എങ്കിൽ ഓള് സ്വർഗത്തിലാണ്. അല്ലേ? ഹബീബ് പറഞ്ഞ പോലെ പറയും നമ്മളെ പുരുഷന്മാരും, ഓൾ അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു, അവള് അങ്ങനെയെല്ലാം ഒക്കെ ആയിരുന്നു എനിക്ക് എന്ന് പറയും. ആ സ്നേഹം ഉണ്ടാവേണ്ടത്. ഒരിക്കല് ചെറിയ പ്രായത്തിലുള്ള 2 പേര് ഭാര്യയും ഭർത്താവും കൗൺസിലിങ്ങിന് വരികയാണ്. ഇവര് പിണങ്ങി കഴിഞ്ഞാല് വേറെ റൂമിൽ പോയി കിടക്കും. എന്ത് പ്രശ്നം ഉണ്ടായാലും, അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായി? വേഗം ഓള് വേറെ റൂം പോയി കിടക്കും, അല്ലെങ്കിൽ ഓന് വേറെ റൂമിൽ പോയി കിടക്കും. അപ്പൊ കൗൺസിലിംഗിൽ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുക? ആദ്യം അത് മാറ്റണം. ആദ്യം റൂം മാറി കിടക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. ഒരൊറ്റ റൂമിൽ കിടക്കുക. പിണങ്ങിയാലും ഇല്ലെങ്കിലും ഒരൊറ്റ റൂമിൽ കിടക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രായമായ നമ്മളൊക്കെ പാരന്റ്സ്, നമ്മളുടെ ഉമ്മയും ഉപ്പയൊക്കെ അങ്ങനെയല്ലേ? അവരിതുവരെ മാറി കിടക്കണത് നമ്മൾ കണ്ടിക്കണോന്ന് ചോദിച്ച് ഞാൻ നെഞ്ചത്ത് കൈ വെച്ച് ചോദിച്ചത് എന്തുകൊണ്ടാ? എന്റെ ഉമ്മയും ഉപ്പയും മാറി കിടക്കണത് കണ്ടിട്ടില്ല, എന്റെ അമ്മായിമ്മ മോശമാക്കി മാറി കിടക്കുന്നത് അത്രയും കണ്ടിട്ടില്ല. അപ്പൊ ഇതുവരെ കാണാത്തൊരു കാര്യം ഇതുകൊണ്ടാ ചോദിച്ചത്. അപ്പൊ ആ ആൺകുട്ടി പറയണേ, എന്റെ ഉമ്മയും ഉപ്പയും ഇതുവരെ ഒരുമിച്ച് കിടക്കണേ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്റെ ഉമ്മയും ഉപ്പയും ഇതുവരെ ഒരുമിച്ച് കിടക്കണതേ ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ എന്ത് കൗൺസിലിംഗാ നമ്മൾ കൊടുക്കുക? അവിടെ പ്രസക്തി ഉണ്ടോ പ്രിയപ്പെട്ടവരെ? അവിടെ എന്തെങ്കിലും വാക്ക് കൊണ്ട് അവരെ കൗൺസിൽ ചെയ്ത് മാറ്റാൻ പറ്റുമോ? പിന്നെ വാക്കുകളൊക്കെ ഞാൻ മാറ്റി വെച്ച തെറാപ്പികളൊക്കെ എടുത്ത് NLP തെറാപ്പികളൊക്കെ എടുത്തിട്ടാണ് പിന്നെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം മാതൃകയില്ല മക്കൾക്ക് പറഞ്ഞു കൊടുക്കാന്. എന്ത് മാതൃകയുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ നമുക്ക് നൽകിയ, പടച്ചോൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അവരുടെ ഭാവി നമ്മുടെ കയ്യിലാണ്. 90% മക്കൾക്ക് ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കേണ്ടത് 4 ലെവലിലാണ് മക്കളെ നമ്മൾ വളർത്തേണ്ടത്. ഒന്ന് സ്പിരിച്വൽ ആസ്പെക്റ്റില്, അഥവാ വാല്യൂസ് നൽകിക്കൊണ്ട്, ധാർമ്മികത പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്.
രണ്ടാമത്തത് അവരുടെ പ്രൊഫഷൻ ഗോള്, അവരുടെ പ്രൊഫഷൻ, അവരുടെ കരിയർ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭൗതിക വിദ്യാഭ്യാസം. മൂന്നാമത്തെ കാര്യം ഫാമിലി, കുടുംബം. എങ്ങനെയാണ് കുടുംബത്തിനോട് പ്രതിബദ്ധതയുള്ളവരായി തീരേണ്ടത്, എങ്ങനെയാണ് കുടുംബത്തിനോട് നമ്മൾ ഇടപഴകേണ്ടത്. നാലാമത്തെ കാര്യം സോഷ്യലി, സമൂഹത്തോട് എന്തെല്ലാമൊക്കെയാണ് നമ്മുടെ ബാധ്യതകൾ. ഇത് നാലും ആരാ പഠിപ്പിച്ചെടുക്കുക? ടീച്ചേഴ്സ് അല്ല. ടീച്ചേഴ്സിൽ നിന്ന് 20% മാത്രമാണ് അധ്യാപകരിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ. ബാക്കി 80% മാതാപിതാക്കളിൽ നിന്നാണ് ലഭിക്കേണ്ടത്. നമ്മളാണ് നമ്മളുടെ മക്കളുടെ ആദ്യത്തെ ഗുരുനാഥ. നമ്മളാണ് നമ്മുടെ വീടാണ് മക്കളുടെ ആദ്യത്തെ വിദ്യാലയം. എല്ലാം നമ്മളെടുത്ത് നിന്നാ പഠിക്കുക. 7 വയസ്സ് വരെ മാത്രമേ അവരുടെ തലച്ചോറ് വളരുന്നുള്ളൂ, അല്ലേ? മൂത്ത ആളുകളോട്, നമ്മളെക്കാൾ പ്രായം കൂടിയ ആളുകളോട് നമ്മൾ ബഹുമാനം കാണിക്കണം. പ്രായം കുറഞ്ഞ ആളുകളോട് കാരുണ്യം കാണിക്കണം എന്ന് പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ കണ്ണേട്ട എന്ന് വിളിക്കാനും ദാസേട്ട എന്ന് വിളിക്കാനും, അല്ലേ, ജോസേട്ട എന്ന് വിളിക്കാനും പഠിപ്പിച്ചു കൊടുക്കണം നമ്മളെ മക്കളെ. മുസൽമാനായ ഒരാളെ മാത്രം ബഹുമാനിക്കാനല്ല പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ പറയുന്നത് നമ്മേക്കാൾ പ്രായം കൂടിയ മനുഷ്യനെ ബഹുമാനിക്കുക എന്നാണ്. അവിടെ ഉണ്ണിയോടും കാരുണ്യം കാണിക്കണം, കൃഷ്ണനോടും കാരുണ്യം കാണിക്കണം. ചെറിയ കുട്ടിയാണ് എങ്കിൽ ഏത് മതവിഭാഗക്കാരായിക്കോട്ടെ, ഏത് വിശ്വാസത്തിൽ ജീവിക്കുന്നവരായിക്കോട്ടെ, സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അവൾ പഠിക്കണമെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ അത് ചെയ്യുന്നവരാവണം. നമ്മൾ മാതാപിതാക്കൾ അത്രയേറെ സ്നേഹമുള്ളവരാവണം. ഒരു ജൂതമത വിശ്വാസിയുടെ മൃതശരീരം കണ്ടപ്പോൾ പോലും എഴുന്നേറ്റ് നിന്നവരാണ് പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ, അതൊരു ജൂതമത വിശ്വാസിയുടെ ശരീരമല്ലേ, എന്തിനാ അങ്ങ് എഴുന്നേറ്റ് നിൽക്കുന്നേ? പ്രവാചകൻ നൽകിയ മറുപടി ഉണ്ട്, അതൊരു മനുഷ്യന്റേതാണ്, അതൊരു മനുഷ്യനാണ്. മനുഷ്യനെ ബഹുമാനിക്കുക എന്ന് വീട്ടിൽ നിന്നാ കുഞ്ഞ് പഠിക്കേണ്ടത്. നമ്മൾ എപ്പോഴും നോളജിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മാർക്കിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെ? നമുക്കറിയാം ദ ലെജൻഡ് റൊണാൾഡോ മാർക്ക് വാങ്ങിക്കാണ്ടാണോ റൊണാൾഡോ ആയത്? 7ാം ക്ലാസ്സിന് പുറത്താക്കിയതാ സ്കൂളിൽ നിന്ന്. 7ാം ക്ലാസ്സിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. പിന്നെ തന്റെ സഹോദരനെയും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ, അവരെ നോക്കാൻ, അവരെ പോറ്റാൻ കഷ്ടപ്പെടാണ്. എന്നിട്ടും ഫുട്ബോളിനെ പ്രണയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരിക. ഇന്ന് ലോകത്തെ ഏറ്റവും വരുമാനമുള്ള, കോടികൾ ദിവസ വേതനം വാങ്ങുന്ന ദ ലെജൻഡ് റൊണാൾഡോ ഉണ്ടാവുക. ഇപ്പോഴും അച്ഛൻ വിളിച്ചാൽ ചെല്ലും. ഏത് നിമിഷത്തിലും അച്ഛൻ മകനെ കാണണമെന്ന് പറഞ്ഞാൽ ഓടി ചെല്ലുന്ന സ്നേഹി കൂടിയാണ് റൊണാൾഡോ. അതാ നമ്മൾ പഠിക്കേണ്ടത്. ഇല്ലായ്മയിൽ നിന്നും എന്തെല്ലാമൊക്കെയോ ഉണ്ടായി കഴിയുമ്പോഴേ പിന്നെ ബന്ധങ്ങൾ വേണ്ട, പിന്നെ സഹോദരങ്ങൾ വേണ്ട, പിന്നെ അയൽവക്കക്കാർ വേണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ബാധ്യതകൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. തീർച്ചയായും ആ ബാധ്യതകളെ കുറിച്ച്, അവ നിറവേറ്റിയതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ എന്താ ബാധ്യത? എന്താ? ബന്ധങ്ങൾക്കുള്ളിൽ ബാധ്യതയുണ്ട്. നിങ്ങൾ മാതാപിതാക്കളോട് എപ്രകാരമായിരുന്നു, ഇണകൾ എപ്രകാരമായിരുന്നു, മക്കളോട് എപ്രകാരമായിരുന്നു, അവിടെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. അവിടെ വിള്ളലുണ്ടോ, പൊട്ടലും ചീറ്റലും ഉണ്ടോ, പ്രാർത്ഥന സ്വീകരിക്കൂലോ. കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുക നമ്മളൊക്കെ, അല്ലേ? പ്രാർത്ഥന ചെയ്യേണ്ട മുറപ്രകാരം ഒരു അംശം പോലും അതിലൊരു കുറവ് സംഭവിക്കാതെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ഫലാണുള്ളത്? പിണങ്ങി ജീവിക്കുന്നവരാ. കുടുംബത്തിൽ അയാളോട് ഞാൻ മിണ്ടൂല. എന്തിന്റെ പേരില? സ്വത്തിന്റെ പേരില്, അല്ലെങ്കിൽ അതിരിന്റെ പേരില്, വഴിയുടെ പേരില്, അല്ലെങ്കിൽ ബിസിനസ്സിൽ സംഭവിച്ച ഏതെങ്കിലും ക്രമക്കേടുകളുടെ പേരില്, അല്ലെങ്കിൽ ചില വാക്കുകളുടെ പേരില്. എന്തിനാ പ്രിയപ്പെട്ടവരെ? ഈ നിമിഷം ഞാൻ കഴിച്ചു കൂട്ടുമെന്നൊരു ഉറപ്പില്ല. ഒരു പക്ഷെ അടുത്ത നിമിഷം എന്റെ പേര് മയ്യത്ത് എന്നായിരിക്കും. പിന്നെ ഫർഹൻ എപ്പോഴും എടുക്കുക ആരും ചോദിക്കൂല, മയ്യത്ത് എപ്പോഴും എടുക്കുക എന്നേ ചോദിക്കുള്ളൂ. അത്രയും നൈമിഷികമാണ് നമ്മുടെ ജീവിതം. ഒന്ന് ചേർത്ത് പിടിച്ചാ പോരെ കൂടെയുള്ള ആളുകളെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ക്ലിനിക്കിൽ ഇത്രയേറെ കേസുകൾ വരുന്നത്? നമ്മളെ മക്കൾക്ക് നമ്മൾ നല്ല മാതൃക കാണിച്ചു കൊടുക്കണില്ല. ഉമ്മയും ഉപ്പയും നല്ല ഇണകളായി കൊണ്ട് ജീവിക്കുന്നതാണ് മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം. ഒരു കുട്ടി ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാ കൊണ്ടുവരുന്നത്. അത് യൂസ് ചെയ്തത് MDMA ആണ്. ആ കുട്ടിയെ കൂടെ ഇരുത്തി സംസാരിച്ചു കഴിഞ്ഞപ്പോ ആ കുട്ടി പറയാണ്, സങ്കടം നിറഞ്ഞ ആ കുട്ടിയുടെ കഥ. വീട്ടില്
സ്കൂള് വിട്ട് വരുമ്പോ കാണുന്ന കാഴ്ച ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ബഹളങ്ങളാ, ഉമ്മയും ഉപ്പയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും കാണുന്നത് ഇതാ. ഒരു ദിവസം വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങാൻ ചെല്ലുമ്പോ ഉമ്മാക്ക് ഉപ്പാക്ക് ഉമ്മ കൊടുത്തിട്ടാവും പോവാ. ഉമ്മാക്ക് ഉമ്മ കൊടുക്കാൻ ചെന്നപ്പോ ഉമ്മ തട്ടി മാറ്റി. പിന്നെ ഉപ്പാന്റെ അടുത്തേക്ക് പോകാനും അവന് പേടിയായി. കാരണം ഉമ്മയും ഉപ്പയും എന്തോ വലിയ കലഹവും ബഹളമൊക്കെ നടന്നിരിക്കുകയാണ്. ഉമ്മ തട്ടി മാറ്റി ഉപ്പാന്റെ അടുത്തേക്ക് പോകാനും അവന് പേടി. ആ സങ്കടത്തിൽ, ആ വിഷമത്തിൽ സ്കൂളിൽ ചെല്ലുക. സ്കൂളിൽ ചെന്ന് തന്റെ ചങ്കിനോട് അല്ലെങ്കിൽ അവന്റെ ബെസ്റ്റിനോട് ഓൻ ഈ കാര്യം പറഞ്ഞു. ഒരേലൊരു സമാധാനം ഇല്ലടാ, ഒരു സുഖവും ഇല്ല വീട്ടില്. ഓൻ എന്ത് ചെയ്തു? ഏറ്റവും സുഖം കണ്ടെത്താനുള്ള ഒരു മാർഗം എന്താന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു പാക്കറ്റ് കൊടുത്തു. ഒരു കുഞ്ഞു പാക്കറ്റ് കൊടുത്തു. ഓൻ അപ്പൊ തന്നെ സ്കൂളിന്റെ ബാത്റൂമിൽ പോയിട്ട് അത് ഉപയോഗിക്കുക. അതെന്തായിരുന്നു? സിന്തറ്റിക് രൂപത്തിലുള്ള ഒരു നാർക്കോട്ടിക് പ്രോഡക്റ്റ് ആയിരുന്നു. അത് ഉപയോഗിച്ചപ്പോ 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ക്ലിനിക്കിൽ വന്ന് എന്നോട് പറഞ്ഞ പോലെ, ഡോക്ടറെ ഞങ്ങൾ സ്വർഗം കാണും എന്നാ പറഞ്ഞത്. 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, ഓന് കൊണ്ടുവന്നത് ലേണിംഗ് ഡിസബിലിറ്റിക്കാ. ഓൻ അടുത്തിരുത്തി സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സായി. അതൊക്കെ കഴിഞ്ഞ് പോന അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞു സാധനം എടുത്തിട്ട് എനിക്ക് തന്ന്. എന്നിട്ട് ഇത് എന്താന്ന് അറിയാന്ന് ചോദിച്ചു എന്നോട്. അറിയില്ല എന്ന് പറഞ്ഞ പോനൊരു കളിയാക്കൽ, ഒരു പുച്ഛ എന്നോട്. അയ്യേ, ഇതെന്താ നിങ്ങൾക്ക് അറിയില്ലേന്ന്. ഇല്ല എന്ന് പറഞ്ഞപ്പോ പറയാ, ഡോക്ടറെ ഇതൊന്ന് ചുണ്ടിന്റെ താഴെ വെച്ചോക്കി, നിങ്ങൾ സ്വർഗം കാണൂട്ടോന്ന്. ഇല്ലേ, മരിച്ചു പോണ്ട, മരിക്കണതിന്റെ മുമ്പെന്നെ സ്വർഗം കാണുമല്ലോ. അതിന്റെ പേരാണ് കൂള് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പോ 4ാം ക്ലാസ് മുതൽ അത് ഉപയോഗിക്കുന്നുണ്ട്. 4ാം ക്ലാസ് മുതൽ ഓന് കൂള് ഉപയോഗിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്കണം, നമ്മളുടെ അനാസ്ഥ കാരണം, ഞാനും എന്റെ ഇണയും കാരണം, എന്റെ കുടുംബാന്തരീക്ഷം കാരണം എന്റെ മകനോ മകളോ വഴിപിഴച്ചു പോയി എങ്കിൽ തീർച്ചയായും നമ്മൾ തന്നെയാണ് കാരണക്കാര്. നമ്മൾ തന്നെയാണ് അതിന് പരിഹാരം കണ്ടെത്തേണ്ടത്. നമ്മൾ തന്നെയാണ് അതിന് മറുപടി നൽകേണ്ടത്. ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഈ കുട്ടി അത് ഉപയോഗിക്കുക മാത്രല്ല ചെയ്തത്, അവൻ അത് ശീലമായി. ഉറപ്പല്ല, ഒരു ദിവസം ഉപയോഗിച്ചാല് അടുത്ത ദിവസം നമ്മുടെ ശരീരം പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ, ഹോർമോൺസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഹൃദയം പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ, രക്തചംക്രമണം നടക്കണം എന്നുണ്ടെങ്കിൽ ആ സെയിം വസ്തു അവിടെ ശരീരത്തിൽ എത്തണം. നമ്മുടെ ശരീരം ആ രൂപത്തിൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന, അഡിക്ഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. അടുത്ത ദിവസം മൂപ്പർക്ക് അത് കിട്ടണം. ഒരു ദിവസം കുട്ടി ഇത് ഉപയോഗിക്കുന്നത് അനിയത്തി കണ്ടു. 5 വയസ്സായ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തി കണ്ടു. അവൻ എന്താ ചെയ്തതെന്നറിയോ? ചെറിയ ഡോസിൽ അനിയത്തിക്കും കൂടെ അത് കൊടുത്തു. ചെറിയ ഡോസില് അനിയത്തിക്കും കൂടെ അത് കൊടുക്കുക, അവള് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതും അറിഞ്ഞിട്ടില്ല. കൊണ്ടുവരുന്നത് ഈ മോനെയാ. അവനുമായിട്ടുള്ള സംസാരത്തിനൊടുവിലാണ് അവൻ ഇത് പറയുന്നത്, അവൾക്കും ഞാൻ കൊടുക്കാറുണ്ട് ഡോക്ടറെ എന്ന്. കാരണം എന്താ? കാരണം ആരായിരുന്നു? ക്ലിനിക്കിൽ വരുമ്പോ ഈ ഉമ്മയും വാപ്പയൊക്കെ ഭയങ്കര ചങ്കും കരലോ, ഒരുമിച്ച് അവര് വരിക, അല്ലെ ഒരു സീറ്റിൽ അടുത്തടുത്ത് അവരിയ്ക്കുക. കുട്ടികൾ പലപ്പോഴും ക്ലിനിക്കിന്റെ ഉള്ളിൽ കയറിയിട്ട് പറയും, ഡോക്ടർ ഉമ്മ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് ആകെ ഇവിടെ വരുമ്പോഴാ കാണല്ലോ എന്ന്. ക്ലിനിക്കിൽ വരുമ്പോഴാകെ കാണും ഉമ്മയൊപ്പയും അടുത്തിരിക്കുന്നത്, ഉമ്മയൊപ്പയും സംസാരിക്കുന്നത്, അവര് തമ്മില് കിളിവാക്കുകൾ പറഞ്ഞ് ചിരിക്കുന്നത്. എന്തൊരാഗ്രഹം ഉണ്ടാവുന്നറിയോ മക്കൾക്ക്? അവരെന്തോരം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം, ഉമ്മയും ഉപ്പയും സ്നേഹം പ്രകടിപ്പിക്കുന്നവരായി മാറുവാൻ. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നത്, പുരുഷന്മാരോട് പറയാ, നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് സ്വതക്കയാണ്. നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന സകല കാര്യങ്ങളും സ്വതക്ക നൽകുന്ന പോലെയാണെന്ന്. സ്വതക്കയുടെ കൂലി എന്താ നമുക്കറിയാം. ആ സ്വതക്ക നൽകുന്ന പോലെയാണ് നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. നീ നിന്റെ ഇണയുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് പോലും എന്നാണ് 2ാമത്തെ വരി. നീ നിന്റെ ഇണയുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് പോലും. നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക, മക്കൾക്ക് മുൻപിൽ വെച്ച് ഭക്ഷണം പരസ്പരം വായിലേക്ക് വെച്ചു കൊടുക്കുക. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ തന്നെ കുട്ടിക്ക് കല്യാണം വേണ്ടാന്ന് പറഞ്ഞെടുക്കണ സമയമാണ്, അല്ലെ? നിയോ ലിബറലിസത്തിന്റെ കാലഘട്ടമാണ്. കല്യാണം വേണ്ട, നമ്മൾ ആഗ്രഹിക്കുന്ന മഹർ നമുക്ക് നൽകി, സ്ത്രീ ചോദിക്കുന്ന മഹർ സ്ത്രീക്ക് നൽകിക്കൊണ്ട്, സാക്ഷിയെ വെച്ചുകൊണ്ട്, ഞാൻ അവളെ പരിചരിച്ചു കൊള്ളാം, ഞാൻ അവളെ സ്നേഹിച്ചു കൊള്ളാം, ഞാൻ അവളെ നോക്കിക്കൊള്ളാം എന്ന് വാക്ക് നൽകിക്കൊണ്ട് നടക്കുന്ന ഒരു കരാറാണ് വിവാഹം എന്ന് പറയുന്നത്. ആ വിവാഹം വേണ്ട. അതിനു പകരം സ്ത്രീ മാത്രം അടിമയാകുന്ന, സ്ത്രീ മാത്രം പീഡിപ്പിക്കപ്പെടുന്ന, സ്ത്രീ മാത്രം അവിടെ അനുഭവിക്കുന്ന, സ്ത്രീ മാത്രം അവിടെ
പ്രയാസപ്പെടുന്ന ലിവിങ് ടുഗദർ ലിബറലിസമാണ്. അത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഭാഗമാണ് പോലും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആർക്കാ അവിടെ പ്രയാസം ഉണ്ടാവണത്? ആർക്കാ പ്രശ്നം ഉണ്ടാവണത്? പെണ്ണിനാ. ലിവിങ് ടുഗദർ ആയിരിക്കാം, ഒരുപക്ഷെ ചായയും ചോറും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരില്ല, ഓന്റെ ഡ്രസ്സ് അലക്കി കൊടുക്കേണ്ടി വരില്ല, അല്ലെ? ഓന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ട, ഓന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ലിവിങ് ടുഗദറിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ട്, അത് അനുഭവിക്കേണ്ടത് ആരാ? അത് പെണ്ണാ. അവസാനം എന്ത് പറയാ? ഞാൻ പീഡിപ്പിക്കപ്പെട്ടു, അല്ലെ? അവസാനം പറയുന്നത് എന്താ? ഞാൻ പീഡിപ്പിക്കപ്പെട്ടു. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക്. ദിവ്യ പ്രണയം എന്ന് പറയുന്ന വിവാഹത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അത് വിവാഹത്തിൽ അവസാനിക്കുന്നതാണ്, അത് വിവാഹത്തിലൂടെയാണ് തുടങ്ങുന്നത് എന്ന് നാം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക്. അതെങ്ങനെയാ കാണുക? നമ്മളെ പൊരേന്നാ, അല്ലേ? വാക്കുകൾ കൊണ്ട് പറഞ്ഞ് പുസ്തകം വായിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. പണ്ടൊക്കെ പറ്റുമായിരുന്നു, അല്ലെ? പണ്ടൊക്കെ ഉമ്മയും വാപ്പയും വല്യമ്മയും വല്യപ്പയും സദാസമയം കലഹിച്ചും ബഹളം വെച്ചൊക്കെ ഇരുന്നാലും, അല്ലെ, ചട്ടിയും കലവും ആയാലേ ഇവിടെയും തട്ടിയും മുട്ടിയും തന്നെയാ. ഇവിടെയും തട്ടിയും മുട്ടിയും കണ്ടല്ലേ? പണ്ടത്തെ ഒരു ചൊല്ല, അല്ലേ? ചട്ടിയും കല്ലൊക്കെ ആയാലും തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കൂലേന്ന്. പക്ഷെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ കാലത്ത് തട്ടിയും മുട്ടി ഇരുന്നാൽ നമ്മളെ കുട്ടികൾക്ക് ആ ചട്ടിയിൽ വേവുന്ന അരി കഴിക്കാൻ പറ്റൂല, അത് ചോറാവൂല, അത് തിന്നാൻ പറ്റൂല, അത് നീട്ടിങ്ങോട്ട് എറിയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ള അന്തരീക്ഷമാണ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അവരുടെ മാർക്കിന് പകരം അവരുടെ വാല്യൂസ് വർദ്ധിപ്പിക്കുക. മാർക്ക് വേണ്ട എന്നല്ല പറയുന്നത്, മാർക്കും വേണം. കുട്ടികള് പോസിറ്റീവ് മാത്രം അനുഭവിച്ചാൽ പോരാ, കുറച്ച് നെഗറ്റീവ്സും കേൾക്കണം. കുറച്ച് പ്രയാസങ്ങളും കുട്ടികൾ അനുഭവിക്കണം. പ്രയാസങ്ങൾ അനുഭവിക്കാത്തത് കൊണ്ടാണ് പ്രയാസങ്ങൾ ചെറുതെങ്കിലും നേരിടേണ്ടി വരുമ്പോഴത്തേക്ക് മരണത്തെ തേടി പോകുന്നത്. കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്നത് ഒരു ഉമ്മയും ഉപ്പയും. 12 വയസ്സായ മോൻ ആത്മഹത്യ ചെയ്യാണ്. 12 വയസ്സായ മോൻ ഉമ്മ ചീത്ത പറഞ്ഞതിന്റെ പേരില്. എന്തിനാ? TV കണ്ടപ്പോ ഉമ്മ പറഞ്ഞു, കുറെ നേരം TV കാണാൻ തുടങ്ങി, TV ഓഫ് ചെയ്തു. പിന്നെ ഒരു ഫോൺ എടുത്തോ പറഞ്ഞു, 24 മണിക്കൂർ ഫോണും ആണെന്ന് പറഞ്ഞിട്ട് ഫോണും വാങ്ങി വെച്ചു. ഉടൻ എന്താ ചെയ്തെന്നറിയ? ജനൽമ പോയിട്ട് കയറെടുത്ത് ആത്മഹത്യ ചെയ്യാണ് കുട്ടി. 12 വയസ്സായ മോൻ. എവിടെ ചെന്ന് കളയും ഉമ്മാന്റെ ഉപ്പാറ്റി സങ്കടം. ആലോചിച്ചു. അതുകൊണ്ട് ചിന്തിക്കുക, മക്കൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുക. ദുഃഖവും സന്തോഷവും ഒരുമിച്ച് അവർ ആസ്വദിക്കട്ടെ. മോഡേൺ പാരന്റിങ് പറയുന്നത് എങ്ങനെയാണ്? ഒരാള് സ്ട്രിക്റ്റ് ആണ് എങ്കിൽ ഒരാള് ലൂസ് ആവുക, അല്ലെങ്കിൽ ഒരാള് നൈസ് ആവുക. വാപ്പ സ്ട്രിക്റ്റ് ആണെങ്കിൽ വാപ്പ കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിൽ ഉമ്മ കുറച്ച് ലൂസ് ആവുക. ഇനി വാപ്പ കുറച്ച് ലൂസ് ആണെങ്കിൽ ഉമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആവുക. അതാണ് ഏറ്റവും റിവൈസ്ഡ് മോഡേൺ പാരന്റിങ്ങിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടുപേരും ഒരേപോലെ ലിബറൽ ആവാനോ ഒരേപോലെ ലൂസ് ആവാനോ, രണ്ടുപേരും ഒരേപോലെ ടൈറ്റ് ആവാനോ സ്ട്രിക്റ്റ് ആവാനോ പാടില്ല. അതാണ് പുതിയ പാരന്റിങ്. അങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്. ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കുക. അത് കുഞ്ഞിലേ പഠിപ്പിക്കുമ്പോൾ നമ്മളെ കൈവിട്ടു പോകില്ല. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പോയി അവർ വിദ്യ അഭ്യസിക്കട്ടെ, എവിടെയും പോയി അവർ പഠിക്കട്ടെ, ജീവിത വിജയം അവർ കണ്ടെത്തട്ടെ. പക്ഷെ ആ പട്ടത്തിന്റെ ഒരറ്റം അത് ഉമ്മയുടെയും ഉപ്പയുടെയും കൈകളിൽ ഭദ്രമാവേണ്ടതുണ്ട്. ആ ധാർമ്മികത വളരുമ്പോഴേ അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, അനുഭവിപ്പിച്ചു കൊടുക്കുമ്പോ പിന്നീട് ഒരു തിരിഞ്ഞോട്ട് ഉണ്ടാവില്ല അവർക്ക്. അതിൽ ഉറച്ചു നിൽക്കും അവര്. അതിൽ ഉറച്ചു നിൽക്കും. ഒരൊറ്റ അനുഭവം കൂടെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. BScക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചൊരു പെൺകുട്ടി. അവള് പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. അവള് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ്. അങ്ങനെ PG കഴിഞ്ഞ സമയത്ത് തന്നെ PG ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ അവള് PG പഠിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ അവൾക്ക് പ്ലേസ്മെന്റ് കിട്ടി, ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. അവൾക്ക് ഒരു കമ്പനിയിൽ ജോലിയായി. ജോലിക്ക് പോയതാണ് കുട്ടി. വളരെ ധാർമ്മിക ശുദ്ധിയോടുകൂടി ജീവിച്ച് വളർന്നു വന്ന കുട്ടി. വളരെ ആദർശ ശുദ്ധിയോടുകൂടി ജീവിച്ചിരുന്ന ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മകളായിരുന്നു അവൾ. വസ്ത്രം കൊണ്ടുപോലും ഒരു അന്യായം കാണിക്കാത്ത മിടുക്കിയായ ഒരു പെൺകുട്ടി. ജീവിതത്തെ കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകളും നിലപാടുകളും സ്വപ്നങ്ങളും കിനാവുകളും ഉണ്ടായി അതനുസരിച്ച് ജീവിച്ചു വന്നിരുന്ന മകൾ. അവള് കമ്പനിയിൽ ജോലിക്ക് പോവാ. ഒരു വർഷം കഴിഞ്ഞ് അവള് വയറുവേദന വന്നത് കാരണം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ് ഉമ്മയൊപ്പയും. അങ്ങനെ തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അൾസർ ആണെന്ന് പറഞ്ഞു. അതിന് മെഡിസിൻ ഒക്കെ കൊടുത്തു. പക്ഷെ 2 ആഴ്ച മരുന്ന് കുടിച്ചിട്ട് കുറവൊന്നുമില്ല, മാറ്റമൊന്നുമില്ല. അതിനുശേഷം തൊട്ടടുത്തൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. 1 വീക്ക് വീണ്ടും മരുന്ന് കുടിച്ചു. പക്ഷെ മാറ്റമൊന്നുമില്ല. 1 ആഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാന്ന് പറയുകയാണ്. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവള് 2 മാസം ഗർഭിണിയാണ്. ഷീ ഈസ് 2 months pregnant.
പക്ഷേ അവൾ ഒരു നിലക്കും അത് അംഗീകരിക്കുന്നില്ല. അവൾ ആണയിട്ട് പറയുകയാണ്, ഇത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല, എനിക്കൊരു പുരുഷനുമായി ബന്ധമില്ല, ഞാൻ ഒരാളെയും സ്നേഹിക്കുന്ന പോലുമില്ല, പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും? അത്ഭുതത്തോട് കൂടിയിട്ട് ആ കുടുംബം അബോർഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളെ കൗൺസിലിങ്ങിന് കൊണ്ടുവരാം. ക്ലിനിക്കിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആ കുട്ടി കരയാണ്, നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി. കാരണം ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല, എങ്ങനെ സംഭവിച്ചു. ഒടുവില് ഓർത്തെടുത്ത് പറഞ്ഞ ഒരുപാടേറെ സംഭവങ്ങളിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു. 3 മാസം മുൻപേ അവളുടെ കമ്പനിയില് ഒരാളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുക, അയാളുടെ ജന്മദിനാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡേ ടൈമിൽ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുറത്താണ്, അവിടെ നൈറ്റ് പാർട്ടിയാണ്, രാത്രി പാർട്ടി നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാവരും, കമ്പനിയിൽ എല്ലാവരും അവിടെ ഉണ്ട്. ഈ പെൺകുട്ടി അവിടെ എത്തി, നൈറ്റ് പാർട്ടിയിലാണ് ഉള്ളത്. അങ്ങനെ നൈറ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ പലതരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ചീത്ത പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ കൂടെയുള്ള കുട്ടികളൊക്കെ, കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സും ഒക്കെ പലതരത്തിലുള്ള വസ്തുക്കൾ കുടിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, പലതരത്തിലും ആടുന്നുണ്ട്, കളിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഇവള് മാറി നിൽക്കുകയാണ്. പക്ഷെ അവളുടെ ഫ്രണ്ട്സ് അവളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സംഗതി ഇത് കുടിക്കണത് നിങ്ങൾക്ക് ഹറാമാണെന്നൊക്കെ അറിയാം, നീ മുസ്ലിം ആണല്ലോ, നിനക്ക് ഹറാമാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഇവിടെ ആരും കാണാനില്ലല്ലോ, ആരും ഇവിടെ കാണാനില്ല. എന്നിട്ട് ഉസ്താദുമാരില്ല, ഉമ്മയും വാപ്പയില്ല, ടീച്ചേഴ്സ് ഇല്ല, നാട്ടുകാരില്ല, കസിൻസ് ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, ആരും ഇവിടെ ഇല്ല, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇന്ന് രുചിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാ രുചിച്ച് നോക്കുക? ഇതൊക്കെ അല്ലേ ലൈഫിന്റെ എൻജോയ്മെന്റ്സ് എന്ന് പറയണത്. മൈ ലൈഫ് മൈ ചോയ്സ് ആണ്, നിന്റെ ജീവിതം നിന്റെ ചോയ്സ് ആണ്, അതുകൊണ്ട് എൻജോയ് ചെയ്യ്. ഒറ്റ തവണ ഇന്ന് മുതൽ നീ എന്നെ ശീലിച്ച് തുടങ്ങിയാല് നിനക്ക് ഏറ്റവും ആനന്ദപൂർണമായ ജീവിതം ഉണ്ടാവും. ഇത് കേട്ട് അവൾക്ക് തോന്നുകയാണ്, ശരി, ആരും ഇല്ലല്ലോ ഇവിടെ, എല്ലാവരും ഉപയോഗിക്കണില്ലേ, പിന്നെ എന്താ ഞാനും കൂടെ ഉപയോഗിച്ചാല്. ആ കുട്ടി വന്നു, ബിയർ ആണെന്നാണ് ആ കുട്ടിയുടെ ഓർമ്മ. ആ കുട്ടിക്ക് ഒരു കുപ്പി അവര് കൊടുക്കുകയാണ്, അവള് കുടിച്ചു. പിന്നെ ഒന്നും അവൾക്ക് ഓർമ്മയില്ല, അവൾക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. അവളുടെ കൂട്ടുകാരിയെ വിളിച്ച് സംസാരിച്ചപ്പോഴാ കൂട്ടുകാരിയാണ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞത്. അവർക്കിടയിൽ അത് സ്ഥിരമാണ്. അവര് നൈറ്റ് പാർട്ടീസ് നടത്തും, അവര് ലക്കും ലഗാനും ഇല്ലാതെ എല്ലാ തരത്തിലുള്ള എൻജോയ്മെന്റ്സും നടക്കും, കുടിച്ച് കൂത്താടി പലരും പലരുടെ സ്ഥലങ്ങളിലുമായി കിടന്നുറങ്ങും. രാവിലെ ബോധത്തോടെ എഴുന്നേൽക്കും. ഇവൾ എഴുന്നേൽറ്റപ്പോ സംഭവിച്ചത് എന്താണെന്ന് ഇവൾ ഇന്ന് ഓർക്കുന്നുണ്ട്. അവള് 2 മാസം ഗർഭിണിയാണ് എന്ന് ഓർക്കുന്നു. അല്ലേ? പലതും പല ലാഘവത്തോടെ, അത്രയേറെ ലാഘവത്തിലാണ് നമ്മുടെ മക്കൾ കാണുന്നത്. എന്താ രാത്രി പുറത്തു പോയാ പ്രശ്നം? എന്താ ആൺകുട്ടികളെ കൂടെ ഒറ്റക്ക് പുറത്തു പോയാ പ്രശ്നം? അതാണ് നമ്മളിപ്പോ കണ്ടുവരുന്നത്. പുതിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഈ കാണുന്നതൊക്കെ അത് തന്നെയാണ്. എന്താ പ്രശ്നം എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്കറിയോ. നമ്മളെവിടെ നൈറ്റ് ലൈഫാണ് ഇപ്പോ, രാത്രിയാണ് ലൈഫ്. പുറത്തിറങ്ങുക, രാത്രി പുറത്തിറങ്ങുക, രാത്രി എൻജോയ് ചെയ്യുക. മക്കളല്ലേ പുതിയ കാലത്തിന്റെ ഒപ്പം സഞ്ചരിക്കട്ടെ എന്ന ചിന്തയിൽ മാതാപിതാക്കളും. എന്നാലേ നമ്മള് മാതൃകയാക്കണ നമ്മളെക്കാൾ 30 വർഷം മുന്നിൽ ഓടുന്ന നാടുകളാണ് വെസ്റ്റേൺ കൺട്രീസ്. യൂറോപ്പിലൊക്കെ രാത്രി 8:30-ക്ക് ശേഷം ഒന്നും കിട്ടൂല, കടകളൊന്നും ഉണ്ടാവില്ല. അവിടെ 8:30 കഴിയുമ്പോഴത്തേന് എല്ലാരും കിടന്നുറങ്ങും. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ഫ്രം ബെഡ് എന്നാണ് അവര്. നേരത്തെ കിടന്നുറങ്ങാൻ നേരത്തെ എഴുന്നേൽക്കുക. കാരണം അവർക്ക് ഇതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് അവർ അനുഭവിക്കാൻ തുടങ്ങി. ഫാദർലെസ് അമേരിക്ക, വാപ്പല്ലാത്ത അമേരിക്ക ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ അവരതിന്ന് പാഠം ഉൾക്കൊള്ളാൻ തുടങ്ങി. പക്ഷെ നമ്മളിപ്പോഴും 30 വർഷം ബാക്കില്ല. നമ്മൾ ലിവിങ് ടുഗദറില്ല, നമ്മൾ ഡേറ്റിംഗില്ല, നമ്മൾ ലൈവ് ഇൻ റിലേഷൻഷിപ്പില്ല. ഏറ്റവും പുതിയ സാധനമാണ് കേട്ടോ ലൈവ് ഇൻ റിലേഷൻഷിപ്പ്. കല്യാണമൊക്കെ കഴിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേന് അയാള് വേണ്ട. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവൂലേ, പിന്നെ ഏതൊരു മാസികയിൽ വന്നൊരു ആൺകുട്ടി, ആ ആൺകുട്ടി പെണ്ണ് കാണാൻ പോയ അനുഭവം പങ്കുവെച്ചതാ. പെണ്ണ് കാണാൻ പോയപ്പോ തന്നെ പെൺകുട്ടി ഒരു പേപ്പർ കൊടുത്തു ഇത്രേ. ആ പേപ്പറിൽ എഴുതിയത് എന്താണെന്നറിയോ? 3 വർഷം പ്രൊബേഷൻ പീരീഡ് ആണ്. 3 വർഷം പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇത് മുന്നോട്ട് പോവോ പോവൂലേ എന്ന് അറിയുന്ന സമയമാണ്. ആ സമയത്തിന്റെ ഇടയിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. ആ 3 വർഷം കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോ ഡിവോഴ്സ് ചെയ്ത് പോവാം, പക്ഷെ ലീഗലി ആക്കരുത്, നിയമപരമായിട്ട് നിയമത്തിന്റെ വഴിക്ക് പോവാൻ പാടില്ല. പെണ്ണാണ് വരുമ്പോ ആദ്യം പറയണത് അതാ, 3 വർഷം പ്രൊബേഷൻ പീരീഡ് ആണ്. അവിടെ ഞാൻ തീരുമാനിക്കും എന്ത് വേണം, ഇനി എന്ത് വേണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ആ ലിസ്റ്റ് എല്ലാം കൂടെ വായിച്ചു കഴിഞ്ഞപ്പോ പെണ്ണെന്നെ കെട്ടുന്നില്ല എന്ന് തീരുമാനിച്ചു പോലും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മളെ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ.
ഈ ലിബറൽ വാദികൾ ചെയ്യുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ശരീരത്തിന് കേട് സംഭവിക്കുന്ന, ആരോഗ്യത്തിന് ഹാനികരമെന്ന് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെക്കുന്ന ഈ ലഹരി ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സുകളെല്ലാം അതൊരു സാധാരണ പച്ചവെള്ളം കുടിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ അത്രയും നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താ? അവര് സ്വതന്ത്രവാദികൾ അതാ പറയണത്. എന്തിനാ അതിന് റെസ്ട്രിക്ഷൻ വെക്കുന്നത്? അതൊക്കെ ഉപയോഗിച്ചൂടെ? എന്തിനാണ് റെസ്ട്രിക്ഷൻ വെക്കുന്നത്? എന്തിനാണ് അരുതേ എന്ന് പറയുന്നത്? നമ്മളെ ഉള്ളൂ നമ്മളെ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടു നടത്താൻ, നമ്മളെ ഉള്ളൂ അവരെ പരിചരിക്കാൻ. ലുക്ക് ആഫ്റ്റർ എന്ന് പറയുന്ന വാക്കാണ് പരിപാലനത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത്. പരിപാലിക്കുക, സന്താന പരിപാലനം. ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ എന്താ? നോക്കുക, നാല് വഴിയും നോക്കി. എന്റെ ഉപ്പ എപ്പോഴും പറയലുണ്ട്, എനിക്ക് മക്കളൊക്കെ ഉണ്ടായതിനു ശേഷം ഉപ്പ എപ്പോഴും എന്നോട് പറയണത്, മോളെ 16 കണ്ണുകൊണ്ട് മക്കളെ നോക്കണം കേട്ടോ എന്ന് പറയും. 16 കണ്ണുകൊണ്ട്, 2 കണ്ണ് പോരാ. പണ്ട് കുട്ടി 16 കണ്ണുകൊണ്ട് മക്കളെ നോക്കണം എന്ന്. ഈ കാലഘട്ടം അതിനെ വീണ്ടും വീണ്ടും അർത്ഥവത്താക്കുന്ന കാലഘട്ടമാണ്. നമ്മളെ മക്കൾ അത്രയേറെ പരിചരണം നൽകിക്കൊണ്ട് നമ്മൾ വളർത്തണം. ആ വളർത്തൽ വീട്ടിൽ നിന്നും ആരംഭിക്കട്ടെ. ഉത്തമ മാതൃക നൽകിക്കൊണ്ട് ഉമ്മയെയും ഉപ്പയെയും പ്രായമായ മാതാപിതാക്കളെ മനോഹരമായി ചെയ്യുന്നൊരു വാക്ക് പോലും പറയാതെ, ഒരറപ്പോ വെറുപ്പോ കാണിക്കാതെ സ്നേഹത്തോടെ 6 വയസ്സിൽ അവർ നമ്മെ പരിചരിച്ചതുപോലെ, കുട്ടിക്കാലത്ത് ഉറക്കമിളച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് അവരെന്നെ പരിചരിച്ചതുപോലെ അവരെ പരിചരിക്കാനുവാനുള്ള മനസ്സ്, ഹൃദയ വിശാലത നമുക്കുണ്ടാവുമാറാവട്ടെ. ബന്ധങ്ങൾ എത്രയേറെ ഊഷ്മളമാവുന്നോ അതിനനുസരിച്ച് നമ്മളെ മക്കളും വളരും. അല്ലെ? ഉമ്മ, അമ്മായിമ്മ, മരുമക്കൾ ഏറ്റവും കൂടുതൽ ക്ലിനിക്കിൽ വരുന്ന ഒരു പ്രശ്നം. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയേറെ പെണ്ണുങ്ങൾ ഒരുമിച്ച് കിട്ടിയതാ. അല്ലെ? ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നതാണ് അമ്മായിമ്മ മരുമോള്. ഇതെന്താ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാൻ കാരണം? ഉമ്മയായി കാണാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ മകളായി കാണാൻ സാധിക്കുന്നില്ലേ? അത് രണ്ടും അല്ല അതിനുള്ള കാരണം. അതിനുള്ള കാരണം എന്താണെന്നറിയോ? മകന്റെ സ്നേഹം പങ്കുവെച്ച് പോവോന്നുള്ള പേടിയാണ്. മകന്റെ സ്നേഹം പങ്കുവെക്കപ്പെട്ടു പോകുമോ എന്ന ഒരു പേടിയാണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ 3 ആൺകുട്ടികളെ അമ്മയാട്ടാ. അതുകൊണ്ട് തന്നെയാണ് പറയണത്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കും, തമ്പുരാനെ, മക്കൾ ഇൻഷാ അല്ലാഹ് ഞാൻ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ മക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ സ്വന്തം പെൺമക്കളെ പോലെ അവരെ പരിചരിക്കുവാൻ, അവരെ പരിഗണിക്കുവാൻ സാധിക്കാൻ കഴിയണമേ. എന്റെ ഉമ്മയമ്മ, എന്റെ ഭർത്താവിന്റെ ഉമ്മ എന്നെ പരിചരിക്കുന്നത് പോലെ എനിക്ക് പരിചരിക്കാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അതൊക്കെ പഴയ ക്ലീശേ പെരുമാറ്റങ്ങളാണെന്നൊക്കെ, അല്ലേ? പണ്ടത്തെ അമ്മായിമ്മമാരോട് അല്ലട്ടാ. ക്ലിനിക്കിൽ ദിവസവും ഞാൻ അനുഭവിക്കുന്നതാ. പെൺകുട്ടികൾ വന്ന് പറയുന്ന പരാതികള്. മകനും ഭാര്യയും തമ്മിൽ സംസാരിക്കുന്നത് ഇഷ്ടമില്ല, അവർ ഒരുമിച്ച് പുറത്തു പോകുന്നത് ഇഷ്ടമല്ല, ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമല്ല, അവർ തമ്മിൽ മിണ്ടുന്നത് പോലും ഇഷ്ടമില്ല. എന്നിട്ട് അവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങാണ്. അവർക്കിടയിൽ പൊട്ടലും ചീറ്റലും പരിഭവങ്ങളും പ്രയാസങ്ങളും തുടങ്ങും. ആർക്കിടയിൽ? മകനും ഭാര്യക്കും ഇടയില്. കാരണം എന്താ? ഉമ്മാക്ക് ഇഷ്ടമില്ല. കൂടെ ഇരിക്കുമ്പോ പറയൂത്ര, ഉമ്മ വരുന്നുണ്ട് നീച്ചു പോയിക്കളാന്ന്, ഉമ്മ വരുന്നുണ്ട് നീച്ചു പോയിക്കളാന്ന് പറയൂത്രേ. പ്രിയപ്പെട്ടവരെ, പിന്നെയും പിന്നെയും പറയാണ്, 3 മക്കളുടെ ഉമ്മയായി കൊണ്ടെന്നെ പറയാണ്, അരുത്. ആ പെൺകുട്ടി എല്ലാം ഉപേക്ഷിച്ച് വിശ്വാസമർപ്പിച്ച് കയറി വരുന്നത് നമ്മുടെ മകളായിക്കൊണ്ടാണ്. എന്റെയും നിങ്ങളുടെയും മകളായിക്കൊണ്ടാണ് കയറി വരുന്നത്. അതിനെ മകളായി സ്നേഹിക്കാൻ പറ്റണം. ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് എടുത്തും മാന്തിക്കോരി കൊടുക്കാനുള്ളതല്ല. മറ്റേ ആൾക്ക് അത് ഇഷ്ടം പോലെ പഠിച്ചോ നമ്മളെ കൽബിൽ തന്നുകണ്. ഒരാൾക്ക് കൊടുത്താലും ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കാനുള്ള അത്രയും കൊടുത്താലും തീരാത്ത അത്രയും സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അത് ഉമ്മാന്റെന്ന് എടുത്തിട്ട് വേണ്ട ഓക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ ഓളേന്ന് എടുത്തിട്ട് വേണ്ട അമ്മാക്ക് കൊടുക്കാൻ. അത് ഇഷ്ടം പോലെ കൽബിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് മക്കൾ കല്യാണം കഴിച്ചാൽ നമുക്കുള്ള സ്നേഹം അവിടെ തന്നെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവർക്കുള്ളിലെ കരളാണാവേണ്ടത്, കരടല്ല. ഒരു അനുഭവം പറയാ. ഒരു ഭാര്യയും ഭർത്താവും എന്നും എല്ലാ മാസവും ക്ലിനിക്കിൽ വരും. എനിക്ക് തോന്നുന്നു ഏകദേശം 3-4 വർഷം തുടർച്ചയായിട്ട് അവർ വരുമായിരുന്നു. പിന്നീട് കുറച്ചു കാലം അവർ വരാതെ എന്നും പ്രശ്നം അവർക്കിടയില് വരാതായി കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തേ കുറച്ചു കാലമായില്ല കണ്ടിട്ട്? ദുഃഖം എന്ന് പറയട്ടെ, സങ്കടം തോന്നി ആ ഉത്തരം ഞാൻ കേട്ടപ്പോ. അവര് പറയണേ, അതിന് ഡോക്ടറെ ഉമ്മ മരിച്ചു. ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ പ്രശ്നമൊന്നും ഇല്ലാന്നർത്ഥം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഉമ്മ മരിച്ചെങ്കിൽ എന്ന് പോലും മക്കൾ ഒരു വേള ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടുണ്ടോ പ്രിയപ്പെട്ടവരെ?
എന്റെ മക്കള് കല്യാണം കഴിച്ചു കഴിഞ്ഞാല് അവരാഗ്രഹിക്കുകയാണ് ഉമ്മാന്റെ സ്വഭാവം കാരണം പഠിച്ചോനെ സമാധാനം കിട്ടാനേ. അരുത്. ആ ഉമ്മയാണ് ഞങ്ങളുടെ സ്വർഗം. നമ്മളുടെ മക്കളുടെ സ്വർഗം നമ്മളാ. നമ്മളുടെ കാലിനടിയിലെ സ്വർഗം അവർക്ക് കിട്ടണമെങ്കിൽ നമ്മളുടെ ഹൃദയം വിശാലമാവേണ്ടതുണ്ട്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി എന്നാണ് പരിശുദ്ധ ഖുർആൻ പ്രാർത്ഥിക്കാൻ പറയുന്നത്. എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കണമേ. എന്തിനേയും ഉൾക്കൊള്ളുവാൻ, എന്തിനേയും സഹിക്കുവാൻ, എന്തിനേയും നേരിടുവാനുള്ള ശേഷി എന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കണമേ എന്നാ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഉമ്മയായി കാണുക, അമ്മായിമ്മയല്ല, മരുമകളല്ല, മകളായി കൊണ്ട് കാണുമ്പോൾ അവിടെ സ്നേഹം ഉണ്ടാവും. ഉമ്മ ചീത്ത പറയുന്ന പോലെ 4 ചീത്ത പറഞ്ഞാലും നമുക്ക് പരാതി ഉണ്ടാവില്ല. കാരണം എന്താ? എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്റെ ഉമ്മ എന്നെ വഴക്ക് പറയുന്നത് എന്ന ചിന്തയുണ്ടാവും. മകള് കുറുമ്പ് കാണിക്കണ പോലെ, മകള് കുഴുന്ത് കാണിക്കണ പോലെ കുഴുന്ത് കാണിച്ചാൽ അമ്മമാർക്ക് പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താ? എന്റെ മകളാണ് എന്ന ബോധ്യം ഉണ്ടാവും. എത്ര പിണക്കത്തോടെയാണെങ്കിലും രാവിലെ അടുക്കളയിൽ ചെല്ലുമ്പോ സലാം പറഞ്ഞുകൊണ്ട് ചെല്ലാം. അങ്ങനെ തന്നെയല്ലേ? സലാം പറഞ്ഞല്ലേ അടുക്കളയിൽ കയറല്ലേ? അല്ലേ? എന്നാ ഇന്നു മുതൽ ആ ശീലം തുടങ്ങാം. എന്റെ വീട്ടിൽ ശീലിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും മാത്രമേ പറയുന്നുള്ളൂ കേട്ടാ. വീട്ടിൽ കയറി അടുക്കളയിൽ കയറി ചെല്ലുമ്പോൾ ഉമ്മയാണ് ആദ്യം അടുക്കളയിലുള്ളതെങ്കിൽ ഞങ്ങൾ മരുമക്കൾ കയറി ചെല്ലുമ്പോൾ ഉമ്മയോട് സലാം പറയും. ഞങ്ങളാണ് അടുക്കളയിൽ ആദ്യം ഉള്ളതെങ്കിൽ ഉമ്മ കയറി വരുമ്പോ സലാം പറയും. എങ്ങാനും മറന്നുപോയ ഉമ്മ അത് പറയിപ്പിക്കും. ഇന്നെന്താ സലാം പറഞ്ഞിട്ടില്ലല്ലോ ചോദിക്കും. അതെന്തിനാണെന്നറിയോ? അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് അഥവാ വല്ല പരിഭവങ്ങളും രാത്രി തലേ ദിവസം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതാ സലാം പറച്ചിലോട്ട് അവസാനിക്കണം. അത്രയുള്ളൂ മനുഷ്യൻ. അത് തുറന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, എത്രയേറെ ബന്ധങ്ങൾ ഊഷ്മളമാണോ അത്രയേറെ മനോഹരമായ കൗതുകം നിറഞ്ഞ കൺകുളിർമയേകുന്ന മക്കൾ നമുക്കുണ്ടാവും. ഓരോ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതാ, എന്റെ കുടുംബം, എന്റെ ഇണ, എന്റെ മക്കൾ എനിക്ക് കൺകുളിർമയേകി ആക്കി മാറ്റണമേ എന്ന്. ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ പ്രവർത്തിക്കേണ്ടത് കൂടെയുണ്ട്. അറിയുക, മവദ്ദത്തുള്ള ബന്ധങ്ങളായി മാറുക, പ്രേമം തുളുമ്പുന്ന സ്നേഹബന്ധമാക്കി തീർക്കുക ഓരോ ദാമ്പത്യവും. കാരുണ്യം വീശുന്ന ബന്ധമാക്കി തീർക്കുക മാതാപിതാക്കളും മക്കളും തമ്മിൽ. അങ്ങനെയാവുമ്പോ അവരാഗ്രഹിക്കും, ഉമ്മാനെ പോലെയുള്ള ഒരു ഇണയെ എനിക്ക് കിട്ടണം, ഉപ്പാനെ പോലെയുള്ള ഒരു ഇണയെ എനിക്ക് കിട്ടണം, എന്റെ ഉമ്മയും ഉപ്പയും ജീവിക്കുന്ന പോലെ മനോഹരമായി ഞങ്ങൾക്കും ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, അതിന് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ഈ ഒത്തുകൂടിയ എല്ലാവർക്കും കൺകുളിർമയേകുന്ന കുടുംബ സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇത്രയേറെ സമയം ഒരുമിച്ചിരുന്നതിന്, ഇത്രയേറെ സമയം ഇങ്ങനെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പങ്കുവെച്ചതിന് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ ഈശ്വരൻ ദൈവം പടച്ചോൻ പൂർത്തിയാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.